ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം. ഓം. ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കുജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയൈമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യ ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക്, രാസക്രീഡാ വർണ്ണനത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. തൊണ്ട കുറച്ച് അടച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എങ്ങനെയുണ്ട്? അരോചകമായിട്ടുണ്ടോ? അതോ കേൾക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ലെങ്കിൽ ഞാൻ തുടരാം. കേൾക്കുന്നവർക്കൊരു അരോചകമായി തോന്നരുത് നമ്മുടെ ശബ്ദവ്യത്യാസം. കുഴപ്പമില്ലല്ലോ അല്ലേ? തൊണ്ടയ്ക്കൊരു ഒരു അടപ്പ്, ഒരു തടസ്സം ഇന്നലെ രാത്രി മുതൽക്ക്. ത്രോട്ട് ഇൻഫെക്ഷൻ പോലെ. പെയിനൊന്നുമില്ല, പക്ഷേ ഒരു അടപ്പാണ്. എല്ലാം നല്ലത് തന്നെ അല്ലേ? നല്ലത് തന്നെയാണെങ്കിൽ നോക്കാം. എനിക്ക് വേദനയൊന്നുമില്ല, പക്ഷെ നോക്കാം. എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയാൽ, ശ്വാസം മുട്ട് പോലെ തോന്നിയാൽ അത് വരയ്ക്ക് എടുക്കാം. ഞാൻ എനിക്കിപ്പോൾ വെറുതെ ഇരിക്കാനൊന്നും പറ്റില്ല. ഓക്കേ, അപ്പം എന്നാൽ നമുക്ക് 33-ാം അധ്യായം വായിക്കാം. രാസക്രീഡയിലെ അവസാന അധ്യായം. ഓക്കെ, താങ്ക് യു. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 33-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഇത്തം ഭഗവതോ ഗോപ്യഃ ശ്രുത്വാ വാചഃ സുപേശലാഃ ജഹുർവിരഹജം താപം തദംഗോപജിതാശിഷഃ. തത്രാരപദ ഗോവിന്ദോ രാസക്രീഡാമനുവ്രതൈഃ ശ്രീരത്നൈരന്വിതഃ പ്രീതൈഃ അന്യോന്യബദ്ധ രാസോത്സവഃ സംപ്രവൃത്തോ ഗോപീഃ മണ്ഡലമണ്ഡിതഃ യോഗേശ്വരേണ കൃഷ്ണേന താസാം മധ്യേ ദ്വയോർദ്വയോഃ പ്രവിഷ്ടേന ഗൃഹീതാനാം കണ്ഠേ സ്വനികടം സ്ത്രിയഃ യം മന്യേരന്നഭസ്താവത് വിമാനശതസങ്കുലം ദിവൗകസാം സദാരാണാം ഔത്സുക്യാപഹൃതാത്മനാം തതോ ദുന്ദുഭയോ നേതുഃ നിപേതുഃ പുഷ്പവൃഷ്ടയഃ ജഗുർഗന്ധർവപതയഃ സസ്ത്രീകാ തദ്യശോമലം. വലയാനാം നൂപുരാണാം കിങ്കിണീനാം ച യോഷിതാം സപ്രിയാണാമഭൂത് ശബ്ദഃ തുമുലോ രാസമണ്ഡലേ. തത്രാദിശുശുഭേ താഭിഃ ഭഗവാൻ ദേവകീസുതഃ മധ്യേ മണീനാം ഹൈമാനാം മഹാമാരകതോ യഥാ പാദന്യാസൈർഭുജവിദുദിഭിः സസ്മിതൈർഭ്രുവിലാസൈः
ഭജ്യന്മദ്യൈശ്ചലകുചപടൈः കുണ്ഡലൈർഗണ്ഡലോലൈः സ്വിദ്യന്മുഖ്യഃ കബരരചനാഗ്രന്ഥയ കൃഷ്ണവദ്വോ ഗായന്ത്യസ്തം തടിദൈവതാ മേഘചക്രേ വിരേജുഃ ഉച്ചൈർജഗുർനൃത്യമാനാ രക്തകണ്ഠ്യോ രതിപ്രിയാഃ കൃഷ്ണാഭിമർശമുദിതാ യദ്ഗീതേനേദമാവൃതം കാചിത് സമം മുകുന്ദേന സ്വരജാതിരമിശ്രിതാഃ ഉന്നിന്യേ പൂജിതാ തേന പ്രിയതാ സാധു സാദ്വിധി തദേവ ധ്രുവമുന്നിന്യേ തസ്യൈ മാനം ച ബഹ്വദാത് കാചിത് രാസപരിശ്രാന്താ പാർശ്വസ്തസ്യ ഗദാവൃതഃ ജഗ്രാഹ ബാഹുനാ സ്കന്ദം സ്ലതദ്വലയമല്ലികാഃ തത്രൈകാം സഗതം ബാഹും കൃഷ്ണസ്യോത്പലസൗരഭം ചന്ദനാലിപ്തമഗ്രായ ഹൃഷ്ടരോമാ ചുചുംബഃ കസ്യാശ്ചിത് നാട്യവിക്ഷിപ്തകുണ്ഡലത്വിഷമണ്ഡിതം ഗണ്ഡം ഗണ്ഡേ സന്തദത്യാ അദാ താംബൂലചർവിതം നൃത്യന്തി ഗായതി കാചിത് കൂചന്നൂപുരമേഖലാ പാർശ്വസ്ഥാച്യുതഹസ്താബ്ജം ശ്രാന്താധാത്സ്തനയോ ശിവം ഗോപ്യോ ലബ്ധ്വാച്യുതം കാന്തം ശ്രിയയേകാന്തവല്ലഭം ഗൃഹീതകണ്ഠ്യഃ തദ്ദോർഭ്യാം ഗായന്ത്യസ്തം വിജഹ്രിരേ കർണോത്പലാളകവിടംഗകപോലഗർമ്മവക്ത്രശ്രിയോ വലയനൂപുരഘോഷവാദ്യൈः ഗോപ്യഃ സമം ഭഗവതാ നനൃതുഃ സ്വകേശ സ്രസ്തസ്രജോ ഭ്രമരകായകരാസഗോഷ്ഠ്യാം ഏവം പരിഷ്വംഗകരാവിമർശസ്നിഗ്ധേക്ഷണോദ്ദാമവിലാസഹാസൈः രേമേ രമേശോ വ്രജസുന്ദരീഭിः യഥാർഭകസ്വപ്രതിബിംബവിഭ്രമः തദംഗസംഗപ്രമുദാകുലേന്ദ്രിയാः കേശാന്തുകൂലം കുചപട്ടികാം വാ നാഞ്ചഃ പ്രതിവ്യോടുമലം രജസ്ത്രിയോ വിസ്രസ്തമാലാഭരണാ കുരുദ്വഃ കൃഷ്ണവിക്രീഡിതം വീക്ഷ്യ മുമുഹുഃ കേചരസ്ത്രിയഃ കാമാർദ്ദിതാ ശശാങ്കശ്ച സഗണോ വിസ്മിതോऽഭവത് കൃത്വാ താവന്തമാത്മാനം യാവതീർഗോപയോഷിതഃ രേമേ സ ഭഗവാൻ താഭിഃ ആത്മാ രാമോऽപി ലീലയാ താസാം അതിവിഹാരേണ ശ്രാന്താനാം വദനാനി സഹ പ്രാമൃജത്കരുണഃ പ്രേംണാ ശന്തമേനാംഗപാണിനാ ഗോപ്യസ്ഫുരത്പുരണകുണ്ടലകുണ്ടളത്വിദ്ഗണ്ഡശ്രിയാ സുദിതഹാസനിരീക്ഷണേന മാനം ദദത്യർഷഭസ്യ ജഗുകൃതാനി പുണ്യാനി തത്കരരുഹസ്പർശപ്രമോദാഃ താഭിർയുതശ്രമമപോഹിതുമംഗസംഗഗൃഷ്ടസ്രജഃ സകുചകുങ്കുമരഞ്ജിതായാः ഗന്ധർവപാളീഭിः അനുദ്രുത ആവിശദ്വാः ശ്രാന്തോ ഗജീഭിരിബരാടിവ ഭിന്നസേതുഃ സോംബസ്യലം യുവതിഭിः പരിഷിച്യമാനഃ പ്രേംണേക്ഷിതഃ പ്രഹസദീഭിരിതസ്തതോംഗ വൈമാനികൈ കുസുമവർഷിഭിരിഡ്യമാനോ രേമേ സ്വയം സ്വരതിരത്ര ഗജേന്ദ്രലീലഃ തതശ്ച കൃഷ്ണോ ഭവനേ ജലസ്ഥലപ്രസൂനഗന്ധാനിലജുഷ്ടദിത്തടേ ചചാരഭൃംഗപ്രമദാഗണാവൃതോ യഥാ മദച്യുദ്വിരദഃ കരേണുഭിः ഏവം ശശാങ്കാംശു വിരാജിതാ നിശാഃ സ സത്യകാമോ അനുരതാബലാഗണഃ നിഷേവ ആത്മന്യവരുദ്ധസൗരദഃ സർവാ ശരത്കാവ്യകദാരസാശ്രയാഃ രാജോവാച സംസ്ഥാപനായ ധർമ്മസ്യ പ്രശമായേതരസ്യ ച അവതീർണോ ഹി ഭഗവാൻ അംശേന ജഗദീശ്വരഃ സ കഥം ധർമ്മസേതൂനാം വക്താ കർത്താഭിരക്ഷിത പ്രതീപമാചരത് ബ്രഹ്മൻ പരദാരാഭിമർശനം ആപ്തകാമോ യദുപതിഃ കൃതവാൻ വൈ ജുഗുപ്സിതം കിമഭിപ്രായയേതം നഃ സംശയം ചിന്തി സുവ്രത ശ്രീശുക ഉവാച ധർമ്മവ്യതിക്രമോ ദൃഷ്ടഃ ഈശ്വരാണാം ച സാഹസം തേജീയസാം ന ദോഷായ വന്നേ സർവഭുജോ യഥാ
നൈതത്സമാചരേജ്ജാതു മനസാ വിഹ്യനീശ്വരഃ വിനശ്യത്യാചരൻ മൗഢ്യാത് യഥാ രുദ്രോ അബ്ദുജം വിഷം. ഈശ്വരാണാം വചഃ സത്യം തദൈവാചരിതം ക്വചിത് തേഷാം യത് സ്വവചോ യുക്തം ബുദ്ധിമാൻ തത്സമാചരേത്. കുശലാചരിതേനൈഷാം ഇഹ സ്വാർത്ഥോ ന വിദ്യത്തെ വിപര്യേണ വാനർത്ഥോ നിരഹങ്കാരിണാം പ്രഭോ. കിമുദാഖില സത്വാനാം ധിര്യന്മർത്യതി വൗഗസാം ഈശിതുശ്ചേഷിതവ്യാനാം കുശലാകുശലാന്വയഃ. യത്പാദപങ്കജപരാഗ നിഷേവ തൃപ്ത യോഗപ്രഭാവ വിദുദാഖില കർമ്മബന്ധാഃ. സ്വൈരം ചരന്തി മുനയോപി ന മഹ്യമാനാഃ തസ്യേച്ഛയാ തവ വപുഷഃ കൃതയേവ ബന്ധഃ. ഗോപീനാം തത്പദീനാം ച സർവേഷാമേവ ദേഹിനാം യോന്തശ്ചരതി സോദ്യക്ഷഃ ക്രീഡനേനേഹ ദേഹഭാക്. അനുഗ്രഹായ ഭൂതാനാം മാനുഷം ദേഹമാസ്ഥിതഃ ഭജതേ താദൃശീ ക്രീഡാ യാ ശ്രുത്വാ തൽപരോ ഭവേത്. നാസൂയൻ ഖലു കൃഷ്ണായ മോഹിതാസ്തസ്യ മായയാ മന്യമാനാ സ്വപാർശ്വസ്ഥാൻ സ്വാൻ സ്വാൻ ദാരാൻ വ്രജൗകസഃ. ബ്രഹ്മരാത്രൗ ഉപാവൃത്തെ വാസുദേവാനുമോദിതാഃ അനിച്ഛന്ത്യോ യയുർഗോപ്യഃ സ്വഗൃഹാൻ ഭഗവത്പ്രിയാഃ. വിക്രീഡിതം വ്രജവധൂഭിരിദം ച വിഷ്ണോഃ ശ്രദ്ധാന്വിതോ അനുസൃണുയാദത വർണ്ണയേദ്യഃ. ഭക്തിം പരാം ഭഗവതി പ്രതിലഭ്യ കാമം ഹൃദ്രോഗമാശ്വപഹിനോതി അചിരേണ ധീരഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ രാസക്രീഡാവർണ്ണനം നാമ ത്രയത്രിംശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. കുറച്ച് നേരം എടുക്കാം, എന്നിട്ട് പിന്നെ ബാക്കി വൈകുന്നേരവും എടുക്കാം. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടാക്കി എടുക്കാം ഇന്നത്തെ ക്ലാസ്. ഓം. അപ്പോൾ രാസപഞ്ചാധ്യായിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിലെ അവസാന ഭാഗമാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. രാസക്രീഡ മുഴുവനും വർണ്ണിച്ചു കഴിഞ്ഞു. ശ്രദ്ധയോടെ മുഴുവൻ കേട്ടിട്ടുള്ളവർക്ക് അതിൻ്റെ താല്പര്യമെല്ലാം വേണ്ട പോലെ മനസ്സിലായി കാണും. ഇതിൽ അവിടെ എത്തി നോക്കുന്ന കുറേ ആൾക്കാരും ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് അവരുടെ പ്രാരബ്ധം അല്ലേ. ഓരോരുത്തർക്കും പ്രത്യേകം ക്ലാസ് എടുക്കാനൊന്നും സാധിക്കില്ലല്ലോ. നന്നായിട്ട് വിസ്തരിച്ചിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും പഴയത് കാണുക. അല്ലാതെ ഇപ്പം സംശയിച്ചിട്ട് കാര്യമില്ല. വേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സംശയ നിവൃത്തിക്കും ആവശ്യമായതെല്ലാം പറഞ്ഞിട്ടുണ്ട്. വിസ്തരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ചില അമ്മമാർ നമ്മൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുമ്പോൾ കൂട്ടത്തിൽ അയച്ചിരുന്നു, സ്വാമിയുടെ ക്ലാസ് ശ്രദ്ധയോടെ ഭക്തിയോടെ പരീക്ഷത്ത് രാജാവ് നേരിട്ട് കേട്ടിരുന്നെങ്കിൽ ഇനി വരാനിരിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാവില്ലായിരുന്നു എന്ന്.
അമ്മയുടെ ഒരു സന്മനസ്, നമ്മുടെ ക്ലാസ് അത്രയും അവർ ആസ്വദിച്ചത് കൊണ്ടാണ് അത്രയും ധൈര്യമായിട്ട് അവർ പറഞ്ഞത്. പരീക്ഷിത് രാജാവിന് ഒരു സംശയം ഉണ്ടാവില്ല, പിന്നീടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയാം. വാസ്തവത്തിൽ പരീക്ഷിത് രാജാവിൻ്റെ സംശയമല്ല ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. പരീക്ഷിത് രാജാവ് ഒരു നിമിത്തം മാത്രം. ഭഗവാൻ തന്നെയായിരിക്കും പരീക്ഷിത് രാജാവിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ജിജ്ഞാസ ജനിപ്പിച്ചതും ഒരാകാംക്ഷ ജനിപ്പിച്ചതും ചോദ്യം ചെയ്യിപ്പിച്ചതും. അല്ലെങ്കിൽ വ്യാസഭഗവാൻ ഇങ്ങനെ എഴുതി വെച്ചു, ശ്രീശുക ബ്രഹ്മർഷി അങ്ങനെ പറഞ്ഞു വെച്ചു. അതെല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ്? പിന്നീട് ഈ കഥകളൊക്കെ വായിച്ച് പഠിക്കുന്ന ഭാഗവതന്മാർക്ക്, ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം, ഈ ചോദ്യോത്തരങ്ങളൊക്കെ. പരീക്ഷിത് രാജാവിൻ്റെ സംശയങ്ങളല്ല വാസ്തവത്തിൽ, എല്ലാവർക്കും ഉണ്ടാകാവുന്ന, പ്രാകൃതന്മാരായ ആളുകൾക്കൊക്കെ ഉണ്ടാകാവുന്ന സംശയങ്ങളാണ് അവിടെ അവതരിപ്പിച്ചത് എന്ന് പറയാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് രാസക്രിയയുടെ വളരെ വിശദമായി, വ്യക്തമായി, വളരെ അതിൻ്റെ ആധ്യാത്മിക ഭക്തിപരമായ തത്വങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ വിസ്തരിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും സംശയം ഉണ്ട്, തൃപ്തി പോരാ എന്നൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, മുമ്പിൽ എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കുക, വീണ്ടും വീണ്ടും കേൾക്കുക. ഇന്നിപ്പോൾ 23ാമത്തെ ക്ലാസ്സാണ് രാസക്രീഡയെക്കുറിച്ച് മാത്രം, അല്ലേ? രാസക്രീഡാ വർണ്ണനം, രാസപഞ്ചാധ്യായി മാത്രം 23ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ എവിടെ കിട്ടും ഇത്രയും വിസ്തരിച്ച്, ഇത്രയും വിശദമായി, ഇത്രയും ആഴത്തിൽ? എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ പൊക്കോളൂ, വിരോധമൊന്നുമില്ല, സന്തോഷം. ആരും ഇങ്ങനെ ക്ഷമയോടുകൂടി ഇത്രയും സമയമെടുത്ത് മെനക്കെടില്ല എന്ന് പറയാം. നമുക്ക് പിന്നെ ഇതൊരു സ്വയം ആസ്വദിക്കുകയാണ്. അത് നിങ്ങളും ചേർന്ന് ആസ്വദിക്കുമ്പോൾ കൂടുതൽ സന്തോഷം. എൻ്റെ സന്തോഷം, എൻ്റെ ആസ്വാദനം ഇത്തിരി ലൗഡറായിട്ട് നിങ്ങളൊക്കെ കേൾക്കും പോലെ ഞാൻ ചെയ്യുന്നു. അത് നിങ്ങളും രസിക്കുന്നു എന്നുള്ളത് എന്നെ കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്നു. അത്രയേ ഉള്ളൂ. ഏത് കാര്യവും നമ്മുടെ സന്തോഷം നമ്മൾ പങ്കിടുമ്പോൾ അത് ഇരട്ടിക്കും, അല്ലെങ്കിൽ അത് വർദ്ധിക്കും, അളവില്ലാത്തതായി മാറും. അപ്പം അതുപോലെയാണ് ഈ ഭാഗവതം ആസ്വദിക്കുന്നതൊരു സന്തോഷം. അത് ഞാൻ ആസ്വദിക്കുന്നത് ഉച്ചത്തിൽ ആസ്വദിക്കുന്നു, നിങ്ങളുമായി പങ്കുവെക്കുന്നു. അപ്പം അത് നിങ്ങളും ആസ്വദിക്കുന്നു, അതുകൊണ്ട് എൻ്റെ സന്തോഷം കൂടുന്നു, വർദ്ധിക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ആ ആസ്വാദനം തന്നെയാണ്, അതുപോലെ അത് പങ്കുവെക്കുന്നതിലുള്ള സന്തോഷമാണ് എനിക്കുള്ള അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ബാക്കി അതിലും വലുതായിട്ടൊരു ബെനിഫിറ്റ് എനിക്ക് കിട്ടാൻ ഇല്ല. ഈ ഒരു ആനന്ദം, അപ്പം അത് നിങ്ങളും ആസ്വദിച്ച് ആ ആനന്ദം അനുഭവിക്കുവിൻ എന്നേ പറയാനുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ വയ്യെങ്കിൽ പോലും നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ആ വെറുതെ ഇരിക്കുന്നത് പരമ ബോറാണ്. അതിനേക്കാൾ എത്രയോ ആനന്ദമാണ് ഇതിങ്ങനെ ആസ്വദിച്ചു കൊണ്ടേയിരിക്കുക. ഇപ്പൊ നമ്മൾ വിശദമായി രാസക്രീഡ കണ്ടു. അതിൽ അവസാനം ഒരു 23-24 ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാൻ ഒരു ഇബേന്ദ്രലീല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഗജരാടിവ ഗജേന്ദ്രലീല, ഭിന്നസേതുവായ, അല്ലേ, ഒരു വരമ്പുകളൊക്കെ പൊട്ടിക്കുന്ന, ജലാശയത്തിൻ്റെ തടങ്ങളെയെല്ലാം തകർക്കുന്ന ആ ഒരു ഗജേന്ദ്രനെ പോലെ ഭഗവാൻ ഗോപികമാരുമായിട്ട്
കാളിന്തി നദിയിലിറങ്ങിക്കൊണ്ട് പരസ്പരം വെള്ളം തേകി രസിച്ച് ജലക്രീഡ ചെയ്തു. ആ ഗോപികമാരും എന്തെന്നില്ലാത്ത സന്തോഷം പ്രാപിച്ചു. അവര് ചുറ്റി നിന്നുകൊണ്ട് ഭഗവാനെ എല്ലാവരും കൂടി വെള്ളം തേകി ആസ്വദിച്ചു. അത് ആകാശത്തുള്ള വൈമാനികരും കണ്ട് പുഷ്പവൃഷ്ടി ചെയ്ത് അവരും സ്തുതി ചെയ്തു ഭഗവാനെ. അങ്ങനെയുള്ള ആ ഗജേന്ദ്ര ലീലഹ എന്ന് ഭഗവാനെ വർണ്ണിച്ചു. അവിടെ തന്നെ ഭിന്ന സേതു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ ഇന്നലെ വിശദമായി കണ്ടു. ആന എങ്ങനെയാണോ വരമ്പുകളെയൊക്കെ ഭേദിക്കുന്നത്, അതുപോലെ ഇവിടെ ഭഗവാൻ ലൗകികന്മാരുടെ ധർമ്മമര്യാദകളെയെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഈ പ്രവൃത്തി എന്ന് കാണുന്നവർക്ക് തോന്നും. അപ്പോൾ അതാണ് പരീക്ഷത്തിന്റെ ചോദ്യത്തിനുള്ള ഒരു ബീജം. ശുഖബ്രഹ്മർഷി തന്നെ ഭിന്നസേതുഹു എന്ന് ബഹുമാനാർത്ഥമായിട്ടാണ് പറഞ്ഞത്, സ്തുത്യർത്ഥമായിട്ടാണ് പറഞ്ഞത്. എങ്കിലും ചിലർക്കത് കേൾക്കുമ്പോൾ നിന്ദാർത്ഥമാണോ എന്ന് തോന്നിപ്പോകാം ഈ ഭിന്നസേതു എന്നുള്ളതായിട്ടുള്ള പ്രയോഗം. ശ്രീ ശുഖബ്രഹ്മർഷി അത് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം പ്രയോഗിച്ച പ്രയോഗമാണ്. ഭഗവാന് അതിനുള്ള അർഹതയുണ്ട്, യോഗ്യതയുണ്ട്, ഐശ്വര്യമുണ്ട്. അതറിഞ്ഞുകൊണ്ടാണ് ശ്രീ ശുഖബ്രഹ്മർഷി പ്രയോഗിച്ചത് ഭിന്നസേതു എന്ന്. എന്നാൽ കേൾക്കുന്നവർക്ക് ചിലർക്ക് ശുഖബ്രഹ്മർഷി തന്നെ ഭഗവാനെ പരിഹസിക്കുന്നു, മര്യാദയില്ലാത്തവൻ, എല്ലാ മര്യാദകളെയും ലംഘിക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഭിന്നസേതു എന്ന് സാക്ഷാൽ ശ്രീ ശുഖബ്രഹ്മർഷി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് തോന്നിപ്പിക്കും. അതെങ്ങനെയാച്ചാൽ എപ്പോഴും അല്ലേ, ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞതുപോലെ എവിടെയാണ് വിമർശിക്കാൻ, എന്താ കിട്ടുക എന്ന് നോക്കി നടക്കുന്നതായിട്ടുള്ള അങ്ങനെയുള്ള ആളുകൾക്ക്, ദുർബുദ്ധികൾക്ക് ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ ദുർവ്യാഖ്യാനത്തിന് ഉപയോഗിക്കാം. ശ്രീ ശുഖബ്രഹ്മർഷി അത് ഉപയോഗിച്ചത് ഭഗവാന്റെ ആ ഒരു, ഭഗവാൻ അതിനുള്ള ലൈസൻസ് ഉണ്ട്. എന്തിന്? സേതുക്കളെല്ലാം ഭേദിക്കാൻ. ഭഗവാന് മാത്രമല്ല, ഭഗവാനെ സാക്ഷാത്കരിച്ച മഹാത്മാക്കൾക്കൊക്കെ ആ ലൈസൻസ് ഉണ്ട്. അവരെല്ലാം എല്ലാ സേതുക്കളെയും ഭേദിക്കാൻ അർഹരായിട്ടുള്ളവരാണ്. ഒരു സേതുവും അവരെ ബന്ധിക്കാൻ പര്യാപ്തമല്ല, അവരെ നിയന്ത്രിക്കാൻ പര്യാപ്തമല്ല. അവര് എല്ലാ ആശ്രമധർമ്മങ്ങളെയും വർണ്ണധർമ്മങ്ങളെയും അതിക്രമിച്ചവരാണ്. അതിവർണികളും അത്യാശ്രമികളുമാണ് ജ്ഞാനികൾ പോലും, മഹാത്മാക്കൾ പോലും, സിദ്ധപുരുഷന്മാർ പോലും. അവധൂതന്മാരാണവർ. അവധൂതന്മാര് സമൂഹത്തിനോട് ഉത്തരവാദിത്വമുള്ളവരല്ല. അവർക്ക് എന്തുമാവാം. അപ്പൊ അങ്ങനെയിരിക്കെ സാക്ഷാൽ ഭഗവാൻ ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം ഇതുകൊണ്ട് പരിപൂർണനായിരിക്കുന്ന ഈ ലോകത്തിന്റെ തന്നെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ സ്വേച്ഛയാ ലീലയാ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ഭഗവാന് താൻ നിശ്ചയിച്ചതായിട്ടുള്ള ധർമ്മങ്ങളെ ലംഘിക്കാൻ ആരോടെങ്കിലും അനുവാദം ചോദിക്കേണ്ടതുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ എന്താ പറയുക, കോടതിയിലെ ജഡ്ജിമാരെയൊക്കെ തൂക്കിലേറ്റേണ്ടി വരും. കാരണം അവരെ ഉപദ്രവിക്കാത്ത ഒരുപാട് പേരെ തൂക്കിലേറ്റാൻ വിധിച്ചു. ആരാച്ചാർമാര് അല്ലെ, ഈ തൂക്കിലേറ്റൽ എക്സിക്യൂട്ട് ചെയ്യുന്നതായിട്ടുള്ള, വധശിക്ഷ നടപ്പിലാക്കുന്നവരായിട്ടുള്ള ആളുകളുണ്ട്, ആരാച്ചാർമാര്. അവരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തൂക്കിലേറ്റണം, അവരെ വധിച്ചു കളയണം അല്ലേ. ഓരോരോ രാജഭരണകാലത്തും ആ രാജാക്കന്മാർ അതാത് കാലത്തെ ഓരോരുത്തർക്കും കുറ്റം ആരോപിച്ചോ കുറ്റം ഉള്ളതുകൊണ്ടോ വിധി നിർണയിച്ച് പലരെയും വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട്. ആ രാജാക്കന്മാരൊക്കെ അങ്ങനെയാണെങ്കിൽ വധാർഹരാണ് അല്ലേ. കള്ളന്മാരെ തല്ലുന്ന പോലീസുകാരും ശിക്ഷയ്ക്കർഹരാണ്. നമ്മുടെ മന്ത്രിമാരാണ് ഏറ്റവും അധികം ശിക്ഷിക്കപ്പെടേണ്ടവർ.
മുഖ്യമന്ത്രിയും മന്ത്രിമാരെയൊക്കെ ഓരോരോ കുറ്റങ്ങൾക്കും അവരെ നിരന്തരം ശിക്ഷിക്കേണ്ടി വരും. അവരുണ്ടാക്കിയ നിയമങ്ങളെ ആദ്യം ലംഘിക്കുന്നത് അവർ തന്നെയാണ്. പല നിയമങ്ങളും അവർക്കൊന്നും അതൊന്നും ബാധകമല്ല എന്ന് അവരതിനൊക്കെ അതീതരാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗതാഗത നിയമങ്ങൾ അല്ലേ, എല്ലാം ദിവസവും ലംഘിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ മന്ത്രിമാരുടെ വാഹനങ്ങളുടെ വേഗത കൊണ്ട് എത്ര ആളുകളെ ഇടിച്ചു കൊന്നിട്ടുണ്ട്, എത്ര പേര് മരണം വരിച്ചിട്ടുണ്ട് അത് കാരണമായിട്ട്. ഇവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി എത്ര പേരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. എത്രയെത്ര മന്ത്രിമാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി, അത് കേരളത്തിലെ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലെയും മൊത്തത്തിലെ കേന്ദ്രത്തിലെയും ഒക്കെ ആലോചിച്ച് നോക്കിയാൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭരണാധികാരികൾ ജനാധിപത്യ പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, രാജാക്കന്മാരൊന്നുമല്ല. എന്നിട്ടും അവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവരെത്ര ആളുകളെ വെടിവെച്ച് കൊല്ലിപ്പിച്ചിട്ടുണ്ട് അല്ലേ. നമ്മുടെ കേരളത്തിലെ കൂത്തുപറമ്പ് വെടിവെപ്പ് കേസും മറ്റുമൊക്കെ പ്രശസ്തമാണ് അല്ലേ. നമ്മുടെ ഇദ്ദേഹത്തെ MP രാഘവനെ ആക്രമിക്കാൻ ചെന്നതായിട്ടുള്ള DYFIക്കാരെ വെടിവെച്ച് കൊന്ന കേസ്. അതുപോലെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്നതായിട്ടുള്ള സമയത്ത് അവരുടെ നിയമങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി എത്രയെത്ര പേരെ അവർ എങ്ങനെയൊക്കെ ഹിംസിച്ചിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്, കൊന്നുകളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ആദ്യം ശിക്ഷയ്ക്ക് വിധേയരാവേണ്ടിയിരിക്കുന്നു. എന്നിട്ട് നോക്കാം ഭഗവാന്റെ കാര്യം അല്ലേ. അപ്പോ ഒരു ചിന്തയുമില്ലാതെ ഞങ്ങൾക്ക് ഭഗവാനെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഭഗവാൻ ചെയ്തതൊക്കെ തെറ്റാണ്, ആ ഭഗവാനെ ഞങ്ങൾ വിമർശിക്കും, ഇങ്ങനെയുള്ള ചില കൂട്ടർ. അതിപ്പോൾ നമ്മുടെ മൊത്തത്തിൽ ഇപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെയുള്ള രാഷ്ട്രീയക്കാരും അല്ലെ പല ഭരണാധികാരികളും ഒക്കെ ആന്റി ഹിന്ദുവാണ്. അപ്പോൾ ഹിന്ദുക്കൾക്കെതിരായിട്ട് അവര് എന്തെല്ലാം തോന്നിയവാസങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭാരതം ഭരിച്ചിരുന്ന ഇതുവരെ ഇത്രയും കാലം ഭരിച്ചിരുന്നതായിട്ടുള്ള ഗവൺമെന്റും ആന്റി ഹിന്ദു ആയിരുന്നു. അതുകൊണ്ടാണ് ഒരുപാട് നിയമങ്ങൾ ആന്റി ഹിന്ദു ആയിട്ട് വന്നിട്ടുള്ളത്. അതൊന്നും നമ്മളാരും ശ്രദ്ധിച്ചിരുന്നില്ല, അറിഞ്ഞിരുന്നില്ല. നമ്മൾ അവരെ വിശ്വസിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരെ താങ്ങിക്കൊണ്ടിരുന്നിരുന്നു അല്ലേ. നെഹ്റുവിന്റെ കാലം മുതൽക്ക് ഹിന്ദുക്കൾക്ക് എതിരായിട്ട് ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതികൾ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് പലതും പുറത്തേക്ക് വരുന്നത് ഇപ്പോൾ അടുത്ത കാലത്താണ്. പറഞ്ഞു വരുന്നത് ചിലർക്ക് ഹിന്ദുയിസത്തെ കണ്ടുകൂടാ. അപ്പൊ ഹിന്ദുക്കൾ ചെയ്യുന്നതൊക്കെ അന്ധവിശ്വാസം, അനാചാരം, അല്ലെങ്കിൽ കൊള്ളരുതായ്മ, ഹിന്ദുക്കൾ തീവ്രവാദികള്, ബാക്കിയുള്ളവരൊക്കെ വലിയ ഗംഭീരന്മാര്, ഹിന്ദുക്കൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയവാദികള്, ഇങ്ങനെല്ലാം ആന്റി ഹിന്ദുവായിട്ട് പറയുന്ന ഒരു മനഃശാസ്ത്രം മാധ്യമങ്ങളും എല്ലാവരും കൂടി സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കുറേ ആളുകൾ, ഈശ്വര നിഷേധികളായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഹൈന്ദവ ഈശ്വരന്മാരെ നിഷേധിക്കുന്ന, നിന്ദിക്കുന്ന ആളുകൾ ഒക്കെ കൃഷ്ണന്റെ ഈ കഥകളെ മുഴുവൻ കേൾക്കില്ല. അവർക്ക് തോന്നിയ ഭാഗത്തു നിന്ന് മാത്രം എടുത്തിട്ട് അവരതിനെ വിമർശിക്കും. അപ്പൊ അവരെ പോയി പണി നോക്കാൻ പറയാം. നമുക്ക് നമ്മളെല്ലാം കേട്ടുകഴിഞ്ഞവരാണ് അല്ലേ. ഈ കേട്ടുകഴിഞ്ഞവര് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും വിഡ്ഢിത്തരങ്ങള്, വിമർശനങ്ങള്, നിന്ദകളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ നല്ലോണം തിരിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ പോയി പണി നോക്കാൻ പറയുക. അതേ നിവൃത്തിയുള്ളൂ. തിരിച്ചടിക്കാൻ കഴിയുന്നവരാണെങ്കിൽ തിരിച്ചടിച്ചോളൂ. അവരെയും ചോദ്യം ചെയ്തും മറ്റൊക്കെ ശ്വാസം മുട്ടിക്കുകയും അവരെ പിന്തിരിപ്പിക്കുകയും ഓടിക്കുകയും ചെയ്യുക. അവർ വിശ്വസിക്കുന്ന ഇസങ്ങളിൽ, മതങ്ങളിൽ ഒക്കെ ന്യൂനതകളുണ്ട്. വിമർശിക്കാൻ ഇഷ്ടം പോലെയുണ്ട്, പരിഹസിക്കാൻ ഇഷ്ടം പോലെയുണ്ട്. അത് കമ്മ്യൂണിസമാണെങ്കിലും യുക്തിവാദമാണെങ്കിലും മറ്റ് ഇസ്ലാമിക് മതമാണെങ്കിലും ക്രിസ്ത്യൻ മതമാണെങ്കിലും ഏത് മതമാണെങ്കിലും അതിലൊക്കെ ഇഷ്ടം പോലെ പരിഹസിക്കാനുണ്ട്. നമ്മൾ മര്യാദക്കാരായതുകൊണ്ട് ഇതുവരെയ്ക്ക് പരിഹാസത്തിനൊന്നും തുനിഞ്ഞിട്ടില്ല. അത് നമ്മുടെ ദൗർബല്യമായി കരുതിയിട്ടാണ് നമ്മളെ മാത്രം
പരിഹസിച്ചുകൊണ്ടേയിരിക്കുന്നത് ഒരു കൂട്ടർ, എല്ലാവരും കൂടി സംഘടിതരായിട്ട്. അപ്പോൾ അത് ഇനി വിട്ടുകൊടുക്കണ്ട, നിങ്ങളാവും പോലെ തിരിച്ചടിക്കുക. അതല്ലെങ്കിൽ തിരിച്ചടിക്കാൻ ശക്തിയില്ലാത്തവരാണെങ്കിൽ അവഗണിക്കുക. വിഡ്ഢിത്തരം പറയുന്നു, മൂഢന്മാർ എന്ന് വിചാരിച്ച് അവരെ തള്ളിക്കളയുക. അവർ മറുപടി അർഹിക്കുന്നില്ല. വാസ്തവത്തിൽ മറുപടി അർഹിക്കാത്തവരോട് തർക്കിച്ചിട്ട് കാര്യമില്ല. ഇപ്പം നമുക്ക് 26-ാമത്തെ ശ്ലോകം നമ്മൾ ബാക്കിയുണ്ട്, രാസക്രീഡയുടെ അവസാന ഭാഗമായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് പരീക്ഷത്തിൻ്റെ ചോദ്യം. ഇപ്പോൾ 26-ാം ശ്ലോകത്തിലേക്ക് വരാം. ഏവം ശശാങ്കാംശു വിരാജിതാ നിശാഃ സസത്യകാമോനുരതാ ബലാഗണഃ സിഷേവ ആത്മന്യവരുദ്ധ സൗരദഃ സർവാ ശരത്കാവ്യകധാരസാശ്രയാഃ. ഏവം ശശാങ്കാംശു വിരാജിതാ നിശാഃ സസത്യകാമോനുരതാ ബലാഗണഃ സിഷേവ ആത്മന്യവരുദ്ധ സൗരദഃ സർവാ ശരത്കാവ്യകധാരസാശ്രയാഃ. ഏവം ഇപ്രകാരം, എപ്രകാരം ഈ കഴിഞ്ഞ വർണ്ണനകൾ ഭഗവാൻ ചെയ്തതായിട്ടുള്ള ഗോപികമാരുമായി ചേർന്ന ക്രീഡാലീലകൾ, അതിനെ ഇപ്രകാരം ശശാങ്കാംശു വിരാജിതാഃ ശരത്കാവ്യകഥാരസാശ്രയാഃ സർവാനിശാഃ. ആ സർവാനിശാഃ എന്നുള്ളതിനെ വിശേഷിപ്പിച്ചതാണ് രണ്ട് വലിയ പദങ്ങൾ. ശശാങ്കാംശു വിരാജിതാഃ ശരത്കാവ്യകഥാരസാശ്രയാഃ. സർവാനിശാഃ എന്ന് പറഞ്ഞാൽ പിന്നെയും വരുന്ന തുടർന്നുള്ള രാത്രികൾ എന്നർത്ഥത്തിലാണ്. പിന്നീടും പല രാത്രികളും, എല്ലാ രാത്രികളും എന്നൊക്കെ അർത്ഥത്തിൽ. അത് ശശാങ്ക അംശുവിരാജിതാഹ, ശശാങ്കൻ ചന്ദ്രൻ അദ്ദേഹത്തിന്റെ കിരണങ്ങളാൽ ശോഭിക്കുന്ന നിലാവുള്ള രാത്രികൾ എന്നർത്ഥം. അപ്പോൾ പിന്നീടും ഇതിപ്പോ ഒരു പൗർണമിയോടനുബന്ധിച്ചിട്ടാണ് ആദ്യത്തെ രാസക്രീഡ. അത് കഴിഞ്ഞും കുറെ ദിവസങ്ങളോളം ആ ചന്ദ്രൻ ആകാശത്ത് പ്രകാശിച്ചുകൊണ്ട് നിൽക്കും. അപ്പൊ അങ്ങനെ ചന്ദ്രൻ ശോഭിക്കുന്ന ചന്ദ്രകിരണങ്ങളാൽ എന്താ പറയുക പ്രകാശിപ്പിക്കപ്പെടുന്ന ആ നിലാവോട് കൂടിയതായിട്ടുള്ള രാത്രികളിൽ ശശാങ്കാംശ വിരാജിതാഹ സർവാഹ നിശാഹ ശരത്കാവ്യ കഥാരസാശ്രയാഹ നിശാഹ. പല മഹാകവികളും അനേക കാവ്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ ശരത്കാലങ്ങളെ കുറിച്ച്. അതില് ഒക്കെ ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ രാസക്രീഡയെക്കുറിച്ച് വർണ്ണനകൾ ഉണ്ടാവും, സൂചനകൾ ഉണ്ടാവും. അല്ലെങ്കിൽ ഈ രാസക്രീഡയെക്കുറിച്ച് തന്നെ എത്രയോ കവികൾ പാടിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കാവ്യങ്ങൾ ശരത്കാലത്തെ വർണ്ണിച്ചുകൊണ്ട് ഭഗവാന്റെ ലീലയെ വർണ്ണിച്ചുകൊണ്ട് അതാണ് ശരത്തിലെ കാവ്യകഥകളെ കഥാരസങ്ങളെ രസങ്ങൾക്ക് ആശ്രയഭൂതങ്ങളായ രാത്രികൾ. അപ്പൊ എത്രയോ കഥകൾക്ക് ബേസ്. ഏതൊരു കഥ പറയുമ്പോഴും ദേശം കാലം പറഞ്ഞുകൊണ്ടാണല്ലോ തുടങ്ങുക, അല്ലേ? ഇന്ന ദേശത്ത് ഇന്ന കാലത്ത് എന്ന് പറയുമ്പോഴേ കഥയ്ക്ക് ഒരു ലോജിക്കുള്ളൂ, കേൾക്കുന്നവർക്ക് അതിനൊരു എന്താ പറയുക തൃപ്തി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ദേശവും കാലവും ഒന്നും അറിയില്ലെങ്കിൽ പോലും, അല്ലേ, നമ്മുടെ മുത്തശ്ശിമാര് കഥകൾ പറയുമ്പോൾ കുട്ടികളോട് പറയുമ്പോൾ ഒരിടത്ത് പണ്ട് ഇങ്ങനെ ആരംഭിക്കുക, അല്ലേ? പണ്ട്. അപ്പൊ പണ്ട് എന്ന് പറയുമ്പോൾ കാലത്തിനുള്ള ഉത്തരവായി. ഏത് കാലത്ത് എന്നുള്ള ചോദ്യം നമ്മൾ ഏത് കർമ്മം കേട്ടാലും ഉടനെ ചോദിക്കുക എപ്പോൾ, എവിടെ. ഈ രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാലേ, അല്ലേ, ടൈം, സ്പേസ്, ഇത് നമ്മുടെ ബുദ്ധിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയണമെങ്കിൽ ടൈം, സ്പേസ് ഈ നെറ്റ്വർക്കിൻ്റെ ഉള്ളിലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പണ്ട് ഒരിടത്ത് എന്ന് പറഞ്ഞിട്ടാണ് ഏത് മുത്തശ്ശിക്കഥയും ആരംഭിക്കുക. ഏത് പൊട്ടക്കഥ പറയുമ്പോഴും ഇങ്ങനെ ആരംഭിക്കും. അപ്പൊ അതുപോലെ അനേക മഹാകവികൾ ഭഗവാന്റെ ഈ ശരത്കാല രാസക്രീഡകളെ കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്.
അപ്പൊ അതിനൊക്കെ ആശ്രയഭൂതമായിരിക്കുന്നത് ഈ നിലാവുള്ള രാത്രികളാണ് എന്ന് പറയാ. ശരത് കാവ്യ കഥാരസാശ്രയാഹ ശശാങ്കാംശു വിരാജിതാഹ സർവ നിശാഹ, എല്ലാ രാത്രികളെയും സത്യകാമഹ, ഭഗവാൻ ആരാണ്? സത്യകാമഹ, സത്യമായ സങ്കല്പത്തോടുകൂടിയവൻ എന്നർത്ഥം. തന്റെ ഭക്തകളായ ഗോപികമാർക്ക് ഭഗവാൻ വാക്കുകൊടുത്തിട്ടുണ്ട്. ആ കാത്യായനി വ്രതകാലത്ത് വരും ശരത്കാല രാത്രികളിൽ നിങ്ങളെ ഞാൻ സന്തോഷിപ്പിച്ചു കൊള്ളാം, നിങ്ങളുടെ എല്ലാ അഭീഷ്ടങ്ങളും ഞാൻ സാധിച്ചു തരുന്നതാണ്. അപ്പൊ ഭഗവാൻ അങ്ങനെ ഒരു സത്യസങ്കല്പനാണ്, സത്യവാക്കാണ്, സത്യകാമനാണ്, കാമിച്ചതെല്ലാം സത്യമാക്കുന്നവനാണ്. അപ്പൊ അങ്ങനെയുള്ള സത്യസങ്കല്പത്തോടു കൂടിയ ഭഗവാൻ അനുരത അബലാഗണ. അനുരത അബലാഗണ എന്ന് പറഞ്ഞാൽ അബലാഗണം സ്ത്രീഗണം, ആ ഗോപസ്ത്രീകളുടെ സമൂഹം. അവര് എങ്ങനെയുള്ളവരായിരുന്നു? അനുരതരായിരുന്നു. അനുരത എന്ന് പറഞ്ഞാല് ഭഗവാനോട് അനുരാഗമുള്ളവർ, ഭഗവാനോട് അത്യന്തം പ്രേമമുള്ളവർ. അങ്ങനെ ഭഗവാനോട് പ്രേമത്തോടെ ഭഗവാനെ അനുസരിക്കുന്നവരായ, ഭഗവാന്റെ ചുറ്റും അല്ലേ കാന്തത്തിന്റെ ചുറ്റും ഇരുമ്പ് കിടന്ന് കളിക്കും പോലെ പരവശരായി അസ്വതന്ത്രരായി ഭഗവാനെ അനുസരിക്കുന്നവരാണ് ഈ ഗോപികമാർ. അപ്പൊ അതാണ് അനുരത അബലാഗണം. അവരെ അബലകളായിട്ട് പറഞ്ഞ അവർക്ക് സ്വാതന്ത്ര്യമില്ല, ഭഗവാന്റെ ഇച്ഛയ്ക്ക് അവര് കളിക്കുകയാണ്, യന്ത്രപാവകളെ പോലെ. അങ്ങനെയുള്ള അനുരത അബലാഗണ ആ ഭഗവാൻ സഹ ആത്മനി അവരുദ്ധ സൗരഥ സിഷേവേ. ആത്മന്യവരുദ്ധ സൗരഥ, ആത്മനി എന്ന് പറഞ്ഞാൽ തന്നിൽ തന്നെ, അവരുദ്ധ സൗരഥ അതൊരു മഹാവാക്യമായിട്ട് ഈ രാസക്രീഡയുടെ ഒരു സാരമായിട്ട് എടുക്കേണ്ട പദമാണ്. അവരുദ്ധ സൗരഥ. സൗരഥം എന്ന് പറഞ്ഞാൽ സുരഥത്തിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം. സുരഥ സുഖം എന്ന് പറഞ്ഞാൽ ദാമ്പത്യ സുഖത്തിനെയാണ് സുരഥ സുഖം എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് സൗരഥം എന്ന് പറയുന്നത്. ഇവിടെ അവരുദ്ധ സൗരഥ എന്നാ പറഞ്ഞത്. എവിടെ? ആത്മനി. അപ്പൊ ഭഗവാന്റെ ആ ഒരു ആത്മനിയന്ത്രണത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. തന്റെ എന്താ പറയുക, സുരഥ ഭാവം പ്രകടിപ്പിക്കാതെ തന്നിൽ തന്നെ അവരുദ്ധമാക്കിയിട്ട്, അവരുദ്ധമാക്കുക എന്ന് പറഞ്ഞാല് തടഞ്ഞു വെച്ച്, നിരോധിച്ച്, സ്തംഭിപ്പിച്ച്, ആത്മനി നിരോധനം കൃത്വ, അതാണ് അവരുദ്ധം. അപ്പൊ ഭഗവാന്റെ ഇന്ദ്രിയങ്ങളൊന്നും തന്നെ അല്പം പോലും ഈ രാസക്രീഡയിൽ സ്കലിച്ചിട്ടില്ല. അപ്പൊ ഇത് തന്നെ പ്രമാണമായിട്ട് എടുക്കണ്ടേ? അപ്പൊ ഇത് ആദ്യം കേട്ടിട്ട് വേണം രാസക്രീഡയെ മനസ്സിലാക്കാൻ. ഈ പദം ഒരു 7 അക്ഷരമുള്ള ഒരു മഹാമന്ത്രം എന്ന് മഹാത്മാക്കൾ പറയും. അവരുദ്ധ സൗരത, അവരുദ്ധ സൗരത. ഇത് രാസക്രീഡയുടെ സാരമായിട്ടെടുത്ത് മന്ത്രം പോലെ ഉള്ളിൽ ഗ്രഹിച്ചു വെക്കുക, എന്നിട്ട് രാസക്രീഡ കേൾക്കുക. അപ്പൊ ഭഗവാന്റെ ഉള്ളില് അല്പം പോലും വികാരം ഉണ്ടായിട്ടേയില്ല, മനസ്സിന് ഒരു ക്ഷോഭവും ഉണ്ടായിട്ടില്ല, ഇന്ദ്രിയങ്ങൾക്കൊരു ചലനവും ഉണ്ടായിട്ടില്ല, ഒരു തരത്തിലുള്ളതായിട്ടുള്ള രേതസ്ഖലനവും ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് താല്പര്യം. ആത്മനി അവരുദ്ധ സൗരഥ. ആർക്ക് സാധിക്കും? ആർക്കാ സാധിക്കുക? ഏതെങ്കിലും പുരുഷന് സാധിക്കുമോ? ഇങ്ങനെ ഉണ്ടാവും. മഹാത്മാക്കൾക്ക് സാധിച്ചു എന്ന് വരും. അത്രയും ഇന്ദ്രിയ നിയന്ത്രണമുള്ള മഹാത്മാക്കൾക്ക് സ്ത്രീകൾ എത്ര പ്രലോഭിപ്പിച്ചാലും ഇളകാത്ത മഹാത്മാക്കളുണ്ട്. എങ്ങനെയൊക്കെ പ്രലോഭിപ്പിച്ചാലും, എന്തൊക്കെ പ്രകോപനമുണ്ടാക്കിയാലും, ഏതൊക്കെ സാഹചര്യങ്ങൾ വന്നാലും ഇളകാത്ത മനസ്സോടുകൂടിയവരായ, നല്ല ആത്മബലമുള്ളവരായിട്ടുള്ള, ഇച്ഛാശക്തിയുള്ളവരായിട്ടുള്ള മഹാത്മാക്കളുണ്ട്. ഇവിടെ ഭഗവാൻ ഇത്രയും സ്ത്രീകള്, ഇത്രയും സുന്ദരികളായിട്ടുള്ള സ്ത്രീകള് ഭഗവാന്റെ കൂടെ രാത്രി നേരത്ത് എന്തിനും ഭഗവാന് വേണ്ടി സജ്ജരായി വഴങ്ങിക്കൊടുത്തുകൊണ്ട് ഭഗവാന്റെ ഒരു ദാസികളായിട്ട് വന്നു നിൽക്കുമ്പോഴും ഭഗവാൻ അവരെ ഒരു തരത്തിലും
എന്താ പറയുക, ഉപയോഗിച്ചിട്ടില്ല, അശുദ്ധമാക്കിയിട്ടില്ല, അശ്ലീലമാക്കി ഒന്നും ചെയ്തിട്ടില്ല. അതാണ് ഈ മന്ത്രത്തിന്റെ താല്പര്യം. അവരുദ്ധ സൗരത. അപ്പൊ പിന്നെ എന്താണ് അവർ തമ്മിൽ ക്രീഡിച്ചത്? അത് അവരുടെ ആ പ്രേമത്തിന്റെ പ്രകടനമായിരുന്നു. ആ പ്രേമത്തിന്റെ പ്രകടനമായിരുന്നു, അല്ല കാമത്തിന്റെ പ്രകടനമല്ല. ഭഗവാനെ സംബന്ധിച്ച് കാമജയം ആണ് ഈ ലീല. കാമദേവനെ പോലും ജയിച്ച ലീലയാണ് ഈ രാസക്രീഡ. കാമദേവന്റെ അഹങ്കാരം ശമിപ്പിച്ച ലീലയാണ് ഈ രാസക്രീഡ. ഭഗവാന്റെ മുമ്പിൽ കാമദേവൻ പോലും അടിയറവ് പറയുകയാണ്. കാമദേവന് ഭഗവാന്റെ മനസ്സിനെ മതിക്കാൻ കഴിഞ്ഞിട്ടില്ല. മന്മഥനാണല്ലോ കാമദേവൻ. ഭഗവാന്റെ മനസ്സിനെ മതിക്കുന്ന മന്മഥനായിരുന്നില്ല. നേരെ മറിച്ച് മന്മഥന്റെ മനസ്സിനെ മതിച്ചവനായിരുന്നു ഇവിടെ ഭഗവാൻ എന്ന് പറയുക. സാക്ഷാത് മന്മഥ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനുണ്ട്. അത് ഓരോന്നും, ഈ ഓരോ പദങ്ങളും സൂക്ഷ്മമായിട്ട് ചിന്തിച്ചു കഴിയുമ്പോൾ ഏതൊരു ഉന്നതമായിട്ടുള്ളൊരു തലമായിരുന്നു ഭഗവാനും ഗോപികമാരും തമ്മിലുള്ളതായിട്ടുള്ള ഈ രാസക്രീഡയുടെ തലം എന്ന് ഗ്രഹിക്കാനാവും. ഈ ലോകത്തില് സ്നേഹബന്ധമുള്ളവര് പല രീതിയിൽ ആ സ്നേഹം പ്രകടിപ്പിക്കും. അമ്മയും മക്കളും തമ്മിലുള്ള സ്നേഹം, സഹോദരങ്ങൾ തമ്മിലുള്ളതായിട്ടുള്ള സ്നേഹം, അല്ലേ, സുഹൃത്തുക്കൾ തമ്മിലുള്ളതായിട്ടുള്ള സ്നേഹം, ഇതിലൊക്കെ പല തലങ്ങളുണ്ട്. എല്ലാം ലൈംഗികമാണോ? അപ്പോൾ ആ ലൈംഗിക ദൃഷ്ടിയാ മാത്രം കാണുന്ന മൂഢ കാമ ലംബടന്മാർ, അവർക്ക് എല്ലാ ബന്ധങ്ങളെയും സ്ത്രീ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. ചിലർക്ക് അത്ര വികലമായിട്ടുള്ള ദൃഷ്ടിയാണ്. എവിടെയെങ്കിലും ആണും പെണ്ണും സംസാരിച്ചു നിന്നു അല്ലെങ്കിൽ ഒന്നു ചേർന്ന് നിന്നു, ഉടനെ ഇവരുടെ മനസ്സ് മതിക്കുകയായി, അതിനെക്കുറിച്ച് വിക്ഷുബ്ധരായി. അത് എത്തി നോക്കണം, അവരെന്താ ചെയ്യണം, അവിടെ അറിയണം, അതിനെക്കുറിച്ച് പരദൂഷണം പറയണം, എന്നാലേ ഒരു സമാധാനമുള്ളൂ. കാരണം നമുക്ക് സാധിക്കാത്തത് അവർ സാധിക്കുന്നു, അല്ലേ? അതാണ് ഈ ലോകത്തിന്റെ ഒരു അസൂയയിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. നമുക്ക് സാധിക്കാത്തത് മറ്റുള്ളവർക്ക് സാധിക്കുമ്പോൾ അത് അസൂയയിൽ നിന്ന് പരദൂഷണമായിട്ട് വരും. പരന്റെ ഉത്കർഷം സഹിക്കായികയാണ് അസൂയ. അത് പരദൂഷണമായിട്ട് മാറും. അപ്പോൾ അങ്ങനെയുള്ളവരാണ് ഈ ഭഗവാന്റെ രാസക്രീഡയെ, ഗോപികമാരുടെ ഈ ഒരു ഭഗവാനുമായി ചേർന്നുള്ള ആനന്ദ അനുഭവത്തെ, ജീവ ഈശ്വര ഐക്യബന്ധത്തെ വികലമായി പറയുന്നവരൊക്കെ ഇമാതിരി വികലമായ മനസ്സിന്റെ ഉടമസ്ഥന്മാരാണ്. സോ അവരെയൊക്കെ നമുക്ക് പോകാൻ പറയാം. ലെറ്റ് ദം ഗോ. അപ്പൊ ഈ ആത്മനി അവരുദ്ധ സൗരത, ഈ അവരുദ്ധ സൗരത എന്നുള്ളത് ഏറ്റവും മഹാമന്ത്രമായിട്ട് രാസക്രീഡയുടെ മർമ്മമായിട്ട് കാണണം. ഭഗവാന്റെ ഒരു തരത്തിലുള്ളതായിട്ടുള്ള കാമചേഷ്ടയും അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള അശ്ലീലമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാവവും ഭഗവാനിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങൾക്ക് ഒരു തരത്തിലുള്ളതായിട്ടുള്ള ക്ഷോഭവും ഉണ്ടായിട്ടില്ല, സ്ഖലനവും ഉണ്ടായിട്ടില്ല. ഇത് ശ്രീ സുഖബ്രഹ്മർഷി തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനോട് ചേർത്തേ ബാക്കിയുള്ളതൊക്കെ വായിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇതിനെ മാത്രം വിട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ വായിക്കുക എന്നുള്ളത് അത് സമ്മതമല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം മാത്രം തിരഞ്ഞെടുത്ത് വ്യാഖ്യാനിക്കുക, അത് സമ്മതമല്ല. എല്ലാം സമഗ്രമായിട്ട് കാണും, എന്നിട്ട് വ്യാഖ്യാനിക്കും. അപ്പോൾ ആത്മനി അവരുദ്ധ സൗരത, അങ്ങനെയുള്ള ഭഗവാൻ ആ വരും രാത്രികളിലും ഗോപികമാരുടെ കൂട്ടുകാരനായി അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് സിഷേവേ സേവിച്ചു എന്നർത്ഥം. ആ ഗോപികമാരെ സേവിച്ചു, സന്തോഷിപ്പിച്ചു. അവർക്ക് കൊടുത്തതായിട്ടുള്ള വാക്ക് ഭഗവാൻ പാലിച്ചു. അവര് ഭഗവാനെ തങ്ങളുടെ എല്ലാമായിട്ട് അവർക്ക് സ്വതന്ത്രമായിട്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഭഗവാൻ ഗോപന്മാരുമായി പശുക്കളെ മേയ്ക്കാൻ വനങ്ങളിൽ പോകുമ്പോൾ ഓരോ ദിവസവും
അവര് വ്യസനിച്ചിരുന്നു, ആ വിരഹ ദുഃഖം അനുഭവിച്ചിരുന്നു. അപ്പം അതിനൊക്കെയുള്ള അവരുടെ ആ തീവ്രമായ ഭഗവാനുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ആ വിരഹത്തിൻ്റെ ഒക്കെ കടം വീട്ടുകയാണ് അവിടെ ഭഗവാൻ ചെയ്തത്. അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഈ സാധിച്ചു കൊടുത്തുകൊണ്ട് ഈ രാത്രികളിൽ എന്നർത്ഥം. അപ്പം ഇവിടെ സുരതം എന്നുള്ളത് സംഭവിച്ചിട്ടില്ല. അതാണ് ഇവിടെ അവരുദ്ധ സൗരത, ആത്മനി അവരുദ്ധ സൗരത എന്നുള്ള ആ പ്രയോഗം മറക്കാതിരിക്കട്ടെ എല്ലാവരുടെ ഉള്ളിലും. അപ്പോൾ മധുരമായിട്ടുള്ള പ്രേമത്തിൻ്റെ കഥയാണ് ഗോപികമാരുമായിട്ടുള്ള ഭഗവാന്റെ രാസക്രീഡയുടെ കഥ. അശ്ലീലത്തിൻ്റെ കഥയല്ല. ഏറ്റവും നമ്മുടെ ഉള്ളിൽ രസത്തെ, ആനന്ദത്തെ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള ഒരു കഥയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ കഥ, ഈ രാസക്രീഡ ഇവിടെ ശ്രീ ശുകബ്രഹ്മർഷി സമർപ്പിച്ചത്. ഏവം ശശാങ്കാംശു വിരാജിതാ നിശാഃ സസത്യകാമോനുരതാബലാഗണഃ ശിഷേവ ആത്മനി അവരുദ്ധ സൗരതഃ സർവാശരത്കാവ്യകദാരസാശ്രയാഃ. ഇനി പരീക്ഷത്തിന്റെ ചോദ്യത്തിലേക്ക് വരാം. രാജോവാച സംസ്ഥാപനായ ധർമ്മസ്യ പ്രശമായേതരസ്യ ച അവതീർണോ ഹി ഭഗവാൻ അംശേന ജഗദീശ്വരഃ. രാജോവാച സംസ്ഥാപനായ ധർമ്മസ്യ പ്രശമായ ഇതരസ്യ ച അവതീർണോ ഹി ഭഗവാൻ അംശേന ജഗദീശ്വരഃ. പരിഷത്ത് ശ്രീ ശുകബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ്. അതിന്റെ ആമുഖമാണിത്. ചോദ്യം വരണേ ഉള്ളൂ. ഈ ശ്ലോകത്തിൽ പറയുന്നത് ജഗദീശ്വരഃ ഭഗവാൻ, ഈ ജഗത്തിന്റെ മുഴുവൻ നിയന്താവായ ഭഗവാൻ, സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ ജഗത്തിനെ പരിപാലിക്കുന്നവനായ ഭഗവാൻ. എങ്ങനെയാണ് ഭഗവാൻ ഈ ജഗത്തിനെ പരിപാലിക്കുന്നത്? ധർമ്മരക്ഷയിലൂടെയാണ്. ധർമ്മമാണ് ഈ ലോകത്തെ നിലനിർത്തുന്നത്, ധരിച്ചിരിക്കുന്നത്. ധാര്യത്തെ അനേന ധർമ്മ. അപ്പോൾ ധർമ്മം വ്യവസ്ഥകളാണ്, നിയമങ്ങളാണ്. വ്യവസ്ഥകൾ പാലിക്കപ്പെടാത്ത ഇടം എല്ലാം നശിച്ചു പോകും. അതൊരു ഗൃഹമാണെങ്കിലും, ഏതൊരു സ്ഥാപനമാണെങ്കിലും, ഏതൊരു ദേശമാണെങ്കിലും, ഏതൊരു രാഷ്ട്രമാണെങ്കിലും കൃത്യമായിട്ടുള്ള ആ നിയമങ്ങൾ ഓരോ പൗരന്മാർക്കും അവരവരുടെ കർത്തവ്യം എന്താണെന്നുള്ള ബോധം ഉണ്ടായിരിക്കണം. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ കർത്തവ്യം ചെയ്യുമ്പോൾ മാത്രമേ ഒരു രാജ്യം നിലനിൽക്കുള്ളൂ. അതുപോലെ ഒരു കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും അവരവരുടെ കർത്തവ്യം ഓർമ്മയുണ്ടാവണം, ബോധം ഉണ്ടാവണം. അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴേ ആ കുടുംബം ശിഥിലമാകാതെ, ക്ഷയിച്ചു പോകാതെ, തമ്മിലടിക്കാതെ, കലഹമില്ലാതെ വളരെ സുഗമമായിട്ട് സന്തോഷമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ധർമ്മം. ആ ധർമ്മം ഭഗവാനാണ് ഈ ലോകത്തിന് ഉപദേശിച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. ആ ജഗദീശ്വരഃ ഭഗവാൻ, സർവൈശ്വര്യ പരിപൂർണനായ ലോകരക്ഷകൻ, അംശേന അവതീർണഃ ഹി. അംശേന അവതീർണഃ, അംശം ഇവിടെ ബലരാമനാകുന്ന അംശം, ആദിശേഷനാകുന്ന അംശത്തോടുകൂടി അവതരിച്ചു. എവിടെ? ഈ ഭൂമിയിൽ ദേവകീപുത്രനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള അവതീർണഃ, അവതരിച്ചതായിട്ടുള്ള ഭഗവാൻ എന്തിനു വേണ്ടി അവതരിച്ചത്? ധർമ്മസ്യ സംസ്ഥാപനായ ഇതരസ്യ പ്രശമായ ച. ധർമ്മസ്യ സംസ്ഥാപനായ, സ്ഥാപനായ ധർമ്മസ്യ. ഭഗവാൻ തന്നെ ഗീതയിലൂടെ പറഞ്ഞു തന്നുണ്ട്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാ ആത്മാനം സൃജാമ്യഹം. അല്ലേ? ഞാൻ അവതരിക്കുന്നത്, എന്നെ പ്രകടിപ്പിക്കുന്നത് എപ്പോഴാണോ ധർമ്മത്തിന് ഗ്ലാനി ഭവിക്കുന്നത്, അധർമ്മത്തിന് ഉത്കർഷം ഭവിക്കുന്നത്, അപ്പോൾ ആ അധർമ്മത്തെ ക്ഷയിപ്പിക്കാനും ധർമ്മത്തെ പോഷിപ്പിക്കാനുമായിട്ടാണ്, അതിനെ സ്ഥാപിപ്പിക്കാനായിട്ടാണ് ഞാൻ അവതരിക്കുന്നത് എന്ന്. അപ്പൊ അങ്ങനെ ധർമ്മസ്യ സംസ്ഥാപനായ, ധർമ്മ സംസ്ഥാപനത്തിനായിക്കൊണ്ടും, ഇതരസ്യ അഥവാ അധർമ്മസ്യ, ഇതരമെന്നാൽ ധർമ്മത്തിന്റെ വിപരീതം അധർമ്മം, അധർമ്മസ്യ പ്രശമായ, പ്രശമം അടക്കം, അതിനെ ശമിപ്പിക്കുക, അതിനെ ക്ഷയിപ്പിക്കുക, അതിനെ നിലയ്ക്ക് നിർത്തുക.
അപ്പോൾ അതിനായിക്കൊണ്ടാണ് ഭഗവാൻ തന്റെ അംശമായി ബലരാമനോടുകൂടി ഈ ഭൂമിയിൽ അവതരിച്ചത്. അപ്പൊ ധർമ്മ സംസ്ഥാപനമാണ് ഭഗവാന്റെ അവതാരം എന്ന് ആമുഖമായിട്ട് ഇവിടെ പരീക്ഷിത്ത് രാജാവ് പറഞ്ഞു. എന്നിട്ട് അങ്ങനെയുള്ള ഭഗവാൻ എന്താണ് അധർമ്മം ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അതാണ് വരുന്നത്. സകദം ധർമ്മസേതൂനാം വക്താ കർത്താഭിരക്ഷിത പ്രതീപം ആചരത് ബ്രഹ്മൻ പരദാരാഭിമർശനം. സകദം ധർമ്മസേതൂനാം വക്താ കർത്താഭിരക്ഷിത പ്രതീപമാചരത് ബ്രഹ്മൻ പരദാരാഭിമർശനം. അപ്പോ ബ്രഹ്മൻ എല്ലാം അറിയുന്ന ബ്രഹ്മജ്ഞാനിയല്ലേ അങ്ങ് എനിക്ക് ഉത്തരം തരണം. അങ്ങയിൽ വിശ്വാസമുണ്ട് എനിക്ക്, അതുകൊണ്ടാണ് ബ്രഹ്മൻ എന്ന് വിളിക്കുന്നത്. ബ്രഹ്മജ്ഞാനിയാണ്, സർവജ്ഞനാണ് അങ്ങ്. ഈ ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും അതിന്റെ പരമമായ സത്യത്തെക്കുറിച്ചും എല്ലാം ഉത്തമ ബോധ്യമുള്ള ജ്ഞാനിയാണ് അങ്ങ്. ഹേ ബ്രഹ്മൻ. ഭഗവാൻ സഹ ധർമ്മസേതൂനാം വക്ത കർത്ത അഭിരക്ഷിത. ഭഗവാൻ ആരാണ്? ധർമ്മസേതൂന, ധർമ്മമര്യാദകളുടെ ധർമ്മപരിധികളുടെ എല്ലാം വക്ത, ലോകത്തിന് ഉപദേശിക്കുന്ന ആളാണ്. ഗുരുവായിട്ട് ഭഗവാൻ തന്നെയാണ് പല ഭാവങ്ങളിൽ അവതരിച്ചിട്ടുള്ളത്. ഇപ്പൊ കൃഷ്ണനായിട്ടും ഭഗവാൻ തന്നെയാണ് വക്ത. ഇപ്പോ പരീക്ഷത്ത് രാജാവ് ഈ ചോദ്യം ചോദിക്കുമ്പോ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പിതാമഹനായ അർജുനന് ഭഗവാൻ കൊടുത്ത 2 ഗീതോപദേശത്തെക്കുറിച്ചും അല്പമെങ്കിലും അറിവില്ലാതിരിക്കില്ലല്ലോ, അല്ലെ? മഹാഭാരത യുദ്ധസമയത്ത് യുദ്ധരംഗത്ത് വെച്ച് കൊടുത്തതായിട്ടുള്ള ഭഗവത്ഗീതയും പിന്നീട് യുദ്ധത്തിനെല്ലാം ശേഷം പിന്നീടും അർജുനൻ ചോദിച്ചതായിട്ടുള്ള സമയത്ത് ഭഗവാൻ അനുഗീത എന്ന് പറഞ്ഞ് അർജുനന് തന്നെ കൊടുത്തിട്ടുള്ള ഒരു ഗീതയുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ തന്റെ പിതാമഹന് കൊടുത്തിട്ടുള്ള ഉപദേശം, അതുപോലെ മറ്റു പലർക്കും ഭഗവാൻ ഉപദേശം ചെയ്തിട്ടുണ്ട്. അപ്പൊ ധർമ്മസ്യ വക്ത, അല്ലേ? ധർമ്മസേതൂനാം വക്ത, ഈ ലോകത്തിന് ധർമ്മോപദേശം ചെയ്യുന്ന ആളാണ് ഭഗവാൻ. അതുപോലെ കർത്ത, ഭഗവാൻ തന്നെ അത് അനുഷ്ഠിക്കുന്നവനാണ്, സ്വയം ധർമ്മം അനുഷ്ഠിക്കുന്നവനാണ്, അനുഷ്ഠിച്ച് കാണിച്ചു കൊടുക്കുന്നവനാണെന്ന് പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങളെല്ലാം ലോകത്തിന് മാതൃകയായിട്ട് ഭഗവാൻ കാണിച്ചിട്ടുള്ളതാണ്. അഭിരക്ഷിത, അതിനെ എന്നും രക്ഷിക്കുന്നവനുമാണ്. ആരെങ്കിലും അതിനെതിരായിട്ട് നിന്നാൽ അവരെ തകർത്ത് കളഞ്ഞ് ആ ധർമ്മത്തെ രക്ഷിക്കുവാൻ വേണ്ടി, അല്ലേ? ഇപ്പൊ പാണ്ഡവന്മാരെ ജയിപ്പിച്ചതും ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ല ഭഗവാൻ എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടല്ല. ഭഗവാന് മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് ലാഭമൊന്നുമില്ല. ആകെ കൂടി ഉണ്ടായത് കുറെ ഭീഷ്മരുടെയും ദ്രോണരുടെയും അതുപോലെയുള്ളവരുടെയൊക്കെ അസ്ത്രങ്ങൾ ദേഹത്ത് തുളച്ചു കയറി കുറെ കഷ്ടപ്പെട്ടു, രാവും പകലും ഇല്ലാതെ, അല്ലേ? അപ്പൊ ഭഗവാനെ സംബന്ധിച്ച് മഹാഭാരത യുദ്ധത്തിൽ ഒന്നും നേടാനുണ്ടായിട്ടല്ല പോയത്, പക്ഷെ ധർമ്മത്തിന്റെ അഭിരക്ഷകനായിട്ട്, അഭിരക്ഷിത. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സഹ ആ ബ്രഹ്മൻ, ആ ഭഗവാൻ പരധാരാവിമർശനം പ്രദീപം കഥം ആചരത്. പരധാരാവിമർശനം, പരസ്ത്രീകളെ അഭിമർശിക്കുക, സ്പർശിക്കുക. അപ്പൊ മറ്റുള്ളവരുടെ ഭാര്യമാരെ സ്പർശിക്കുക എന്നുള്ള പ്രതീപം. പ്രതീപം എന്ന് പറഞ്ഞാൽ വിപരീതം, ധർമ്മവിപരീതം, ധർമ്മവ്യതിക്രമം. അങ്ങനെ ധർമ്മവിരുദ്ധമായ കാര്യത്തെ കഥം ആചരത്, എങ്ങനെ ആചരിച്ചു. അപ്പോ ധർമ്മ സംസ്ഥാപനത്തിനായി അവതരിച്ച് ധർമ്മത്തെ ഉപദേശിക്കുകയും ധർമ്മത്തെ ആചരിക്കുകയും ധർമ്മരക്ഷ ചെയ്യുകയും ചെയ്യുന്നതായിട്ടുള്ള ഭഗവാൻ തന്നെ സ്വയം എങ്ങനെ പരധാരാവിമർശനമാകുന്ന അധർമ്മത്തെ പ്രവർത്തിച്ചു. ഇതൊരു പാപമല്ലേ? ഭഗവാൻ തന്നെ ഇത് കാണിച്ചു കൊടുത്താൽ പിന്നെ ലോകം എന്താ ചെയ്യുക? ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞില്ലേ, യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവ ഇതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. അല്ലേ? ഇനി ഞാൻ എന്റെ ധർമ്മം അനുഷ്ഠിച്ചില്ലെങ്കിൽ ഉത്സീതേയുരിമേ ലോകാഹ ന കുര്യാം കർമ്മചേദഹം സങ്കരസ്യ ച കർത്താസ്യാം ഉപഹന്യാമി മാ പ്രജാഹ
എന്നൊക്കെ വലിയ വാക്കിൽ വാചകം അടിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് അദ്ദേഹം അതിന് വിപരീതമായിട്ട് അധർമ്മം പ്രവർത്തിക്കുകയാണോ എന്നതാണ് ഇവിടെ പരീക്ഷിത്ത് രാജാവിന്റെ ചോദ്യം. ഭഗവാനെക്കുറിച്ച് വീണ്ടും പറയുന്നു, ആപ്തകാമോ യദുപതി കൃതവാൻ വൈ ജുഗുപ്സിതം കിം അഭിപ്രായേദം നഹ സംശയം ചിന്തി സുവ്രത. ആപ്തകാമോ യദുപതി കൃതവാൻ വൈ ജുഗുപ്സിതം കിം അഭിപ്രായേദം നഹ സംശയം ചിന്തി സുവ്രത. അല്ലേ, ക്രിക്കറ്റ് കളിയില് ഈ ചിലപ്പോ ഫീൽഡിലുള്ള ഗ്രൗണ്ടിന് പുറത്തുള്ള അമ്പയർ TV-യിലൊക്കെ നോക്കി, റീപ്ലേ ഒക്കെ നോക്കി, സ്ലോ മോഷനിലൊക്കെ നോക്കിയിട്ട് LBW കൃത്യമായിട്ട് LBW ആണോ, അല്ലെങ്കിൽ കോട്ട് ബിഹൈൻഡ് സ്നിക്ക് ബാറ്റിൽ തട്ടിയിട്ടുണ്ടോ എന്നതുപോലെ ഒരു തേർഡ് അമ്പയർക്ക് അപ്പീൽ പോകുന്നത് പോലെയാണ് ഇവിടെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരാളാണ് ഇവിടെ ബ്രഹ്മൻ എന്നുള്ള വിളി കൊണ്ട് തന്നെ ഉദ്ദേശിച്ചത്. ഈ ശ്രീശുഖ ബ്രഹ്മർഷിയെ ഞങ്ങൾ ഒരു പക്ഷപാതമില്ലാതെ കാര്യങ്ങളെ, ധർമ്മത്തെ നിശ്ചയിച്ച് പറയുന്ന ആളാണ് അങ്ങ് എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് സുവ്രത എന്നും കൂടി സംബോധനയുണ്ട്. സുവ്രത എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ബ്രഹ്മനിഷ്ഠ ഉള്ള ആളാണ്. അതുപോലെ തന്നെ ബ്രഹ്മചര്യ വ്രതം ഉറച്ചിട്ടുള്ള ആളാണ്, നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്രതങ്ങളോടുകൂടിയ അങ്ങയെപ്പോലെ ഒരാൾക്ക് ഒരിക്കലും കളവ് പറയാൻ പറ്റില്ല, അധർമ്മത്തിന് കൂട്ടുനിൽക്കാനും പറ്റില്ല. അതുകൊണ്ട് അങ്ങ് പറയുന്നത് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് അങ്ങ് പറഞ്ഞു തരൂ. ആപ്തകാമഹ യദുപതി, ഈ യദുപതി യാദവേന്ദ്രനായിട്ടുള്ള ഭഗവാൻ ആപ്തകാമഹ, പൂർണ്ണകാമഹ, എല്ലാ കാമങ്ങളും പ്രാപിച്ചവനാണ്. അദ്ദേഹത്തിന് ഒന്നും നേടാനും നഷ്ടപ്പെടാനും ഇല്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളവനാണ്. അപ്പൊ അങ്ങനെയുള്ള ആപ്തകാമനായിട്ടുള്ള ഈ യാദവശ്രേഷ്ഠനായ ഭഗവാൻ കിം അഭിപ്രായ ജുഗുപ്സിതം കൃതവാൻ. കിം അഭിപ്രായ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തൊരഭിപ്രായത്തോടു കൂടിയിട്ടാണ് ഈ ജുഗുപ്സിതം അഥവാ നിന്ദ്യമായിട്ടുള്ള, ലോകനിന്ദിതമായിട്ടുള്ള ഈ കർമ്മത്തെ കൃതവാൻ ചെയ്തത്. അപ്പൊ എന്തായിരുന്നു ഇത് ചെയ്യുമ്പോൾ ഭഗവാന് ലോകത്തിന് കൊടുക്കാനുള്ള സന്ദേശം, അഥവാ ഭഗവാന്റെ അഭിപ്രായം എന്താണ്, എന്ത് ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ടാണ് ഭഗവാൻ ഈ ലോകജുഗുപ്സിതമായിട്ടുള്ള കർമ്മം ചെയ്തത്. അപ്പൊ വാസ്തവത്തിൽ ആർക്കാണ് ഈ കർമ്മത്തിന്റെ ഫലമെല്ലാം ബാധിക്കുക? സ്വാർത്ഥതയുള്ളവർക്കാണ് ഇതെല്ലാം ബാധിക്കുക, അല്ലേ? പുണ്യപാപ കർമ്മങ്ങളൊക്കെ തന്നെ തനിക്ക് സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ മാത്രമേ അത് ബാധിക്കുള്ളൂ. ഇപ്പൊ മുമ്പേ പറഞ്ഞതായിട്ടുള്ള പോലീസുകാരോ ജഡ്ജിമാരോ അവരൊക്കെ സമൂഹത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അവരുടെ വീട്ടുകാര്യത്തിന് വേണ്ടിയിട്ടല്ല. ഏതെങ്കിലും ഒരു കൊലപാതകയെ വധശിക്ഷയ്ക്ക് ഒരു ജഡ്ജി വിധിക്കുന്നത് അതുകൊണ്ട് അയാൾക്കൊരു ലാഭമില്ല, അയാളുടെ കുടുംബത്തിനെ ഉപദ്രവിച്ചതുകൊണ്ടല്ല, ഒരു പ്രതികാരം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു തരത്തിലുള്ള ലാഭവും നഷ്ടവുമില്ലാത്ത ന്യൂട്രലായിട്ടുള്ള ആളുകൾ, ജഡ്ജിമാരൊക്കെ ഇതുപോലെയുള്ള ആളുകളെ വധശിക്ഷയ്ക്കൊക്കെ വിധിക്കുന്നത് എന്തഭിപ്രായത്തിലാണ്? ലോകത്തിന് ചില സന്ദേശങ്ങൾ കൊടുക്കാനാണ്. എന്താണ്? ഈ രാജ്യത്ത് ചില വ്യവസ്ഥകളുണ്ട്, നിയമങ്ങളുണ്ട്, അത് ലംഘിച്ചാൽ അവർക്ക് ഇതുപോലെ ശിക്ഷയുണ്ടാവുമെന്ന് വരും തലമുറകൾക്കും എപ്പോഴുള്ളവർക്കും എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് നിയമപാലകരുടെ ധർമ്മമാണ്. അതാണ് അവർ ചെയ്തത്. അപ്പം അതുകൊണ്ട് അവർക്ക് പുണ്യപാപങ്ങളുണ്ടോ? വധശിക്ഷയ്ക്ക് വിധിച്ചതായിട്ടുള്ള ജഡ്ജിക്ക് സ്വർഗത്തിലോ നരകത്തിലോ ചെന്ന് അതിന്റെ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുമോ? നീ ഇന്നാളെ വധശിക്ഷയ്ക്ക് നിമിത്തമായവനാണ്, അതിന്റെ ഫലം നീ അനുഭവിക്കണം എന്ന് യമധർമ്മരാജാവ് പറയുമോ? അതൊന്നും ബാധകമല്ല, അല്ലേ? ഉള്ളില് ഏതെങ്കിലും സ്വാർത്ഥതയോടോ പ്രതികാര ബുദ്ധിയോടോ ഏതെങ്കിലും പാർഷ്യാലിറ്റിയോട് കൂടിയിട്ടോ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലേ പാപപുണ്യങ്ങളുള്ളൂ. അപ്പൊ അതുപോലെയാണ് ഇവിടെ ഭഗവാൻ ചെയ്തിട്ടുള്ള പ്രവൃത്തി എന്നുള്ളത്. മറ്റാരെയും ബാധിക്കുന്നതല്ല. തന്റെ ഭക്തകളായിട്ടുള്ള ഗോപികമാരെ അനുഗ്രഹിക്കാനും
അതുപോലെ ഇനിയും വരും കാലങ്ങളിലുള്ള ഭക്തന്മാർക്കെല്ലാവർക്കും തന്നെ ആശ്രയിക്കാനുള്ളതായിട്ടുള്ള ഒരു പ്രോത്സാഹനം കൊടുക്കാനും കൂടിയിട്ടാണ്. എന്നെ ആര് എങ്ങനെ എന്തിന് ആശ്രയിച്ചാലും ആ കാര്യം സഫലമായി തീരും എന്നുള്ള ആ ഒരു സത്യത്തെ ലോകത്തിന് വെളിവാക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോഴേ എല്ലാവരും ഈശ്വരാഭിമുഖമായിരിക്കുകയുള്ളൂ. യേ യഥാ മാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം മമ വത്മാനുവർത്തന്തേ മനുഷ്യാഃ പാർത്ഥ സർവശഃ എന്നൊക്കെയുള്ള ഭഗവാന്റെ ആ ഒരു ഉപദേശങ്ങൾ ഓർക്കുക. ആരെന്നെ എന്തിനു വേണ്ടി എങ്ങനെ ഏത് രൂപത്തിൽ ശരണം പ്രാപിക്കുന്നുവോ അവരെ ഞാൻ ആ രീതിയിൽ അനുഗ്രഹിക്കുന്നു. അങ്ങനെ അവര് എൻ്റെ വത്മ തന്നെ അനുവർത്തിക്കുന്നു, എൻ്റെ മാർഗത്തിലേക്ക് തന്നെ വരുന്നു. എന്നിൽ വിശ്വാസമുണ്ടെങ്കിലേ അവരെൻ്റെ പിന്നാലെ വരുള്ളൂ. അങ്ങനെ അവർ മോക്ഷധർമ്മത്തെ പ്രാപിക്കുകയുള്ളൂ. അവരാദ്യം ആർത്തന്മാരോ അർത്ഥാർത്ഥികളോ ആയിട്ട് എന്നെ ഭജിച്ചു എന്ന് വരും. അപ്പോഴും ഞാൻ അവരെ അനുഗ്രഹിക്കും. ഞാൻ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ ആർത്തന്മാരെ അനുഗ്രഹിക്കില്ല, അർത്ഥാർത്ഥികളെ അനുഗ്രഹിക്കില്ല എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആർത്തന്മാരെയും അർത്ഥാർത്ഥികളെയും അവരാഗ്രഹിച്ച പ്രകാരം അനുഗ്രഹിക്കും. മുമുക്ഷുക്കളായിട്ടുള്ളവർക്ക്, ജിജ്ഞാസുക്കളായിട്ടുള്ളവർക്ക് അന്ധക്കരണ ശുദ്ധിയും കൊടുത്ത് ഈശ്വര തത്വത്തെ അറിയുവാനുള്ള സാഹചര്യവും ഗുരുവിനെയും എല്ലാം ഒരുക്കി കൊടുക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അത് കഴിഞ്ഞ് മോക്ഷം ആവശ്യമുള്ളവർക്ക് മോക്ഷത്തെയും കൊടുക്കുന്നതും ഭഗവാൻ തന്നെ. അങ്ങനെ എല്ലാ പുരുഷാർത്ഥങ്ങളെയും സാധിച്ചു കൊടുക്കുന്നവനാണ് ഈശ്വരൻ എന്നുള്ള വിശ്വാസം സകല ജനങ്ങളിലും എപ്പോഴും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്കൊരു ഈശ്വരനുള്ള ഒരു ആശ്രയഭാവം ഉണ്ടാവുകയും അതിലൂടെ അവർ ഉയരുകയും ചെയ്യുകയുള്ളൂ. ഒരു ഈശ്വരനിൽ വിശ്വാസവും ശ്രദ്ധയും ഭക്തിയും ഇല്ല എങ്കിൽ ആ സമൂഹം നശിച്ചു പോകും. അപ്പം അതുകൊണ്ട് തന്നെ ആശ്രയിച്ചവരായ ഗോപികമാര് അവരെന്തിനു വേണ്ടി തന്നെ പ്രാർത്ഥിച്ചുവോ അവരെ സാധിച്ചു കൊടുത്ത് അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ച് അവരെ കൃതകൃത്യരാക്കുകയാണ് ഭഗവാൻ ചെയ്തത്. അതിലൂടെ അവരെ ഉയർത്തുകയാണ് ചെയ്തത്. അവരെ ആത്മജ്ഞാനത്തിലേക്ക്, മോക്ഷത്തിലേക്കുള്ള പാതയിൽ തന്നെ പിടിച്ചു നിർത്തി, തന്നിലേക്ക് തന്നെ ആകർഷിച്ചു നിർത്തി അവരെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് വരെ ഭഗവാൻ അവരുടെ കൈപിടിച്ചു. വളരെ സൂക്ഷ്മമായി ചിന്തിച്ച് നമുക്ക് ഓരോരുത്തർക്കും അതിൽ തൃപ്തി വരേണ്ടതാണ് ഈ ഒരു ആശയം. ഇവിടെ ചോദ്യമായിട്ടുള്ളൂ, ഉത്തരത്തിലേക്ക് പോകുന്നേ ഉള്ളൂ. അപ്പോൾ ആപ്തകാമഃ യദുപതിഃ കിം അഭിപ്രായഃ ജുഗുപ്സിതം കൃതവാൻ. ഹേ സുവ്രത, അല്ലയോ ശോഭനമായ ബ്രഹ്മചര്യ വ്രതത്തോടുകൂടിയ ബ്രഹ്മനിഷ്ഠയോടുകൂടിയ മഹാത്മാവേ, നഹ ഏതം സംശയം ചിന്തി. നഹ അസ്മാകം, ഞങ്ങളുടെ ഏതം സംശയം, ഈ ഒരു സംശയത്തെ ചിന്തി, ഛേദിച്ചു കളഞ്ഞാലും നശിപ്പിച്ചാലും അങ്ങയിൽ നിന്ന് വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടുമ്പോൾ ഞങ്ങളുടെ സംശയം തീരും. ഞങ്ങൾക്ക് വിശ്വാസമാണ് അങ്ങയെ എന്ന് ആ ശ്രീ ശുകബ്രഹ്മർഷിയെ ഈ ചോദ്യങ്ങൾ ചോദിച്ച് ആശ്രയിച്ചു. അതിന് ശ്രീ ശുകബ്രഹ്മർഷി മറുപടി ആരംഭിക്കുന്നു. ശ്രീശുക ഉവാച ധർമ്മവ്യതിക്രമോ ദൃഷ്ടഃ ഈശ്വരാണാഞ്ച സാഹസം തേജീയസാം ന ദോഷായ വഹ്നേ സർവഭുജോ യഥാ. ശ്രീശുക ഉവാച ധർമ്മവ്യതിക്രമോ ദൃഷ്ടഃ ഈശ്വരാണാം ച സാഹസം തേജീയസാം ന ദോഷായ വഹ്നേ സർവഭുജോ യഥാ. ഭഗവാന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇത് ലോകത്തിൽ സാമാന്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. തേജീയസാം, തേജീയസാം എന്ന് പറഞ്ഞാൽ
പ്രതാപം വർദ്ധിച്ചവർ, ഈ സമൂഹത്തിൽ ലോകത്തിൽ തേജസ് അധികമുള്ളവർ, പ്രഗത്ഭന്മാരായിട്ടുള്ളവർ, രാജാക്കന്മാർ, മുനിമാർ, ജ്ഞാനികൾ, അങ്ങനെയുള്ള ദേവന്മാർ, ഈശ്വരന്മാർ, ഇങ്ങനെയുള്ളവരൊക്കെ തേജീയസ്സുകളാണ്. അപ്പൊ തേജീയസാം, ഈ ലോകത്തിലെ പ്രഗത്ഭരായിട്ടുള്ള അതിസമർത്ഥരായിട്ടുള്ള വലിയ വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്നവരായിട്ടുള്ള ആളുകൾക്കൊക്കെ അവരൊക്കെ ഈശ്വരാണാം, അവർ ഈശ്വരന്മാരാണ്, ഭരണ നിപുണന്മാരാണ്, പല ഡ്യൂട്ടികൾ ഉള്ളവരാണ്, പല ഉത്തരവാദിത്വങ്ങളുള്ളവരാണ്, സമൂഹത്തെ രക്ഷിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളവരാണ്. അപ്പോൾ ദേവന്മാരുണ്ട്, ഋഷീശ്വരന്മാരുണ്ട്, രാജർഷികൾ, രാജാക്കന്മാർ, അങ്ങനെയുള്ള ഭരണാധികാരികളുണ്ട്. ഇവരൊക്കെ തേജീയസ്സുകളാണ്, അവർ സമൂഹത്തെ നിയന്ത്രിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഈശ്വരാണാം ധർമ്മവ്യതിക്രമ സാഹസം ദൃഷ്ട, ഈ ലോകത്തില് ദൃഷ്ട, ഇറ്റ്സ് സീൻ എവരിവെയർ എന്നർത്ഥം. ദൃഷ്ട എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കാണപ്പെടുന്നതാണ്. എന്താ കൃഷ്ണനെ മാത്രം നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്? നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒന്ന് നല്ലോണം നോക്കൂ, കണ്ണു തുറന്ന് നോക്കൂ, എവിടെ നോക്കിയാലും കാണാം. ധർമ്മവ്യതിക്രമ എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് സാധാരണക്കാർക്കുള്ള ധർമ്മമല്ല, അതിനെ ഈശിക്കുന്നവർക്കുള്ളതായിട്ടുള്ള ധർമ്മം. തേജസ്വികളായിട്ടുള്ള അതിനെ ഭരിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് കുറെ എക്സംഷൻസ് ഉണ്ട് ഇതിൽ നിന്ന്. അവർക്ക് സാഹസം, അവർക്ക് കുറച്ച് ബലം പ്രയോഗിക്കാനുള്ളതായിട്ടുള്ള, മറ്റുള്ളവരെ കീഴ്പ്പെടുത്താനും വേണ്ടി വന്നാൽ വധിക്കാനും ഒക്കെ ഉള്ളതായിട്ടുള്ള അർഹതയുണ്ട്. അത് പറഞ്ഞ് എല്ലാവരും ചെയ്യാൻ പാടുമോ? അല്ലേ? പോലീസുകാർക്ക് വേണ്ടി വന്നാൽ ദുഷ്ടന്മാരെ വെടിവെച്ച് കൊല്ലാനും സാധിക്കും. എൻകൗണ്ടർ, അല്ലേ? എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടു എന്നേ പറയുള്ളൂ, ആ പോലീസുകാരനെ തൂക്കിലേറ്റൊന്നുമില്ല. അപ്പോൾ ഗുണ്ടകള്, നമ്മുടെ ഉത്തർപ്രദേശിലൊക്കെ മുഴുവൻ ഗുണ്ടാരാജായിരുന്നു ആ യാദവന്മാര് ഭരിച്ചിട്ട്. മുലായം സിംഗും അയാളുടെ മകനായിട്ടുള്ള എന്താ തേജസ്വി, എന്തൊക്കെ യാദവ്, മുലായത്തിന്റെ മകൻ, അയാളും ഒക്കെ കൂടി ഭരിച്ച്. അതുപോലെ മായാവതി, ഇവരൊക്കെ ഗുണ്ടാസംഘങ്ങളുടെ ആളുകളാണ്. ഇവർക്കൊക്കെ കൂടെ വലിയ വലിയ തോക്കേന്തിയ എല്ലാതരം ആയുധങ്ങളുള്ളതായിട്ടുള്ള വലിയ ഗുണ്ടാസംഘങ്ങളുണ്ട്. അവർ പല ഗുണ്ടാസംഘങ്ങളെയും പോറ്റി വളർത്തിയിരുന്നു. അപ്പോൾ ഓരോ ദേശങ്ങളും ഗുണ്ടകളെ കൊണ്ട് ഭരിക്കപ്പെട്ടിരുന്നു. അവിടെയുള്ള ജനങ്ങൾക്കൊന്നും ഒരു സ്വാതന്ത്ര്യമില്ല, കച്ചവടക്കാർക്കൊന്നും ഒരു സ്വാതന്ത്ര്യമില്ല. അവർ കച്ചവടക്കാർ ദിവസവും ഈ ഗുണ്ടകൾക്ക് അവരുടെ ലാഭവിഹിതം കൊടുത്തോളണം. അതുപോലെ തന്നെ ഒരുപാട് ഉപദ്രവങ്ങൾ, സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോകുന്നത് എല്ലാം ഉണ്ടായിരുന്നു. നമ്മുടെ യോഗി ആദിത്യനാഥ് വന്നതോട് കൂടിയിട്ട് പോലീസുകാർക്ക് നല്ല ഫ്രീഡം കൊടുത്തു. ഗുണ്ടകളെ മര്യാദയ്ക്ക് അവരെ അടക്കുക, അവരുടെ അധികാരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കാണിക്കുകയാണെങ്കിൽ കാച്ചിക്കോളൂ. എൻകൗണ്ടറിലുള്ള കില്ലിംഗ് ലൈസൻസ് കൊടുത്തു. ഇപ്പോ ഗുണ്ടകളൊക്കെ യോഗിയോട് പറയുന്നത് ഞങ്ങളെ ജയിലിൽ വെച്ചാൽ മതി എന്നാ, ഞങ്ങളെ പുറത്തേക്ക് വിടണ്ട. എന്താ വെച്ചാൽ പുറത്തേക്ക് വിട്ടാൽ എന്തെങ്കിലും കാരണം കിട്ടിയ പോലീസുകാർ കാച്ചിക്കളയും. അപ്പൊ അവർക്ക് പേടിയായിട്ട്, മരണഭയം കൊണ്ട് ഞങ്ങൾ ജയിലിൽ സുഖമായിട്ട് സുരക്ഷിതരായി കഴിഞ്ഞോളാം, ഞങ്ങളെ ജയിലിൽ അടച്ചേക്കൂ, ഞങ്ങളെ അവിടുന്ന് പുറത്ത് വിടരുത് എന്നാണ് വലിയ വലിയ ഗുണ്ടകളൊക്കെ ഇപ്പോൾ സറണ്ടർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ യു പിയിൽ ശാന്തിയും സമാധാനവും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അങ്ങനെയുള്ള യു പിയാണ് ഇവിടെയുള്ള കേരളത്തിലുള്ള എന്താ പറയുക മാപ്രകളും ഇവിടെയുള്ള കിണറ്റിൽ കിടക്കുന്ന തവളകളും കൂടി എപ്പോഴും ചർച്ചാ വിഷയമാക്കുന്നത്, പരിഹസിക്കുന്നത്, അല്ലേ? ഇപ്പൊ ഇവിടെ നടക്കുന്ന കുംഭമേള 50 കോടിയോളം ആളുകൾ 45 ദിവസത്തിൻ്റെ ഉള്ളിൽ വന്നു പോകുന്നതിനെ നിയന്ത്രിക്കുന്ന ആ ഒരു ഭരണവൈഭവം, അഡ്മിനിസ്ട്രേഷൻ കപ്പാസിറ്റി, ആ യോഗിയെക്കുറിച്ച് ലോകരാഷ്ട്രങ്ങളുടെ തലവന്മാർ പ്രശംസിക്കുന്നു. അപ്പോഴും നമ്മുടെ ഇവിടെയുള്ള കിണറ്റിൽ കിടക്കുന്ന തവളകള് പുച്ഛിച്ചും പരിഹസിച്ചും കൊണ്ടിരിക്കുന്നു. ആ ചെറിയ മനുഷ്യൻ ആദിത്യനാഥ് യോഗി എന്ന് പറയുന്ന ഒരു സന്യാസി വര്യൻ, അദ്ദേഹത്തിന് ഒന്നും നഷ്ടപ്പെടാനും നേടാനും ഇല്ല, അയാൾക്ക് എവിടേക്കും കൊണ്ടുപോകാനും ഇല്ല. അയാളെല്ലാം സന്യസിച്ച ആളാണ്. അയാളുടെ സഹോദരിമാർ പോലും
കൃഷിപ്പണിയെടുത്ത് ജീവിക്കുന്നവരാണ്, സാധാരണ കൂലിക്കാരെ പോലെ ജീവിക്കുന്നവരാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരിമാർ. ഇപ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രിയായി എന്ന് പറഞ്ഞിട്ട് അവർക്കൊന്നും വാരിക്കോരി കൊടുത്തിട്ടില്ല. അതാണ് യഥാർത്ഥ അധികാരികൾ, ഭരണാധികാരികൾ. അപ്പോൾ അവിടെ എന്താണ്, ഈ ഗുണ്ടകളെയൊക്കെ എൻകൗണ്ടറിൽ കില്ലിങ് ലൈസൻസ് കൊടുത്തു. അപ്പോൾ മാത്രമല്ല, അന്നത്തെ അവിടെ യു പിയിൽ പഴയ വയസ്സായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു 5 വർഷം വരെ ഉണ്ട് അവർക്ക് ബാക്കി റിട്ടയർ ചെയ്യാൻ. എങ്കിലും അവരോടൊക്കെ വിളിച്ചു പറഞ്ഞു, നിങ്ങളൊക്കെ VRS എടുത്ത് വീട്ടിലിരുന്നോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ലീവ് എടുത്ത് വീട്ടിലിരുന്നോളൂ എന്ന് പറഞ്ഞ് പുതിയ ചെറുപ്പക്കാരെ, നല്ല ആരോഗ്യമുള്ളവരും ശക്തിയുള്ളവരുമായിട്ടുള്ള ചെറുപ്പക്കാരെ മുഴുവൻ അപ്പോയിന്റ് ചെയ്തു പോലീസിലേക്ക്. നല്ല മിട്ടുമിട്ടുക്കന്മാരെ. അവരാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. പഴയ ആൾക്കാരെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളില്ല. അവർ ഈ ഗുണ്ടകളുടെ നിന്ന് കാശും വാങ്ങിച്ച അടിമകളെ പോലെ കഴിയുന്നവരാണ്. അവർക്ക് എങ്ങനെ തിരിച്ചടിക്കാൻ കഴിയുക? അപ്പോൾ വലിയ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരെയാണ് പറയുന്നത്, എല്ലാവരും വീട്ടിലിരുന്നോളൂ, നിങ്ങൾക്ക് ശമ്പളമൊന്നും മുടങ്ങില്ല, എല്ലാം ഞാൻ എത്തിച്ചോളാം. അങ്ങനെ അവർക്ക് ശമ്പളമൊന്നും കുറയാതെ അവരെ വീട്ടിലിരുത്തിക്കൊണ്ടാണ് പുതിയ പടയെ എടുത്ത് കാര്യങ്ങൾ ഭരണാധികാരികൾ നന്നായിട്ട് നടത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തേജീയസാം ഈശ്വരാണാം ധർമ്മവ്യതിക്രമ സാഹസം ദൃഷ്ട. അവർ സാഹസം ചെയ്യുന്നത്, അവർ ധർമ്മത്തെ വ്യതിക്രമിക്കുന്നത്, ലംഘിക്കുന്നത് ഒക്കെ സാധാരണമാണ്. അതൊക്കെ അധികാരമുള്ളവർക്ക്. ഇനിയിപ്പോൾ നമ്മുടെ പല മുനിമാരും പരകാര പ്രാപ്തി ഉണ്ടായിട്ടുണ്ട്. പല മഹർഷിമാരുടെ കഥയിലും ഈവൻ അല്ലേ, നമ്മുടെ ചന്ദ്രൻ ഗുരുവായ ബൃഹസ്പതിയുടെ ഭാര്യയെ താരയിൽ നിന്ന് ബുധനെ ജനിപ്പിച്ചു. അതുപോലെ ഇന്ദ്രൻ അഹല്യയെ പ്രാപിച്ചു. ഇങ്ങനെ ഓരോരുത്തരുടെയും കഥകൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഉണ്ട്. വിശ്വാമിത്രന്റെ കഥയിൽ നോക്കിയാൽ, ദുർവാസാവിന്റെ കഥയിൽ നോക്കിയാൽ, ഓരോ വലിയ സിദ്ധന്മാരുടെ, മഹാത്മാക്കളുടെ, അതൊന്നും അവരെ ബാധിക്കില്ല. ഈ പറയുന്ന പുണ്യപാപങ്ങളൊന്നും അവരെ സ്പർശിക്കില്ല. അവരതിനൊക്കെ അതീതരാണ് എന്ന് പറയണം. അപ്പോ അല്ലേ, വ്യാസൻ തന്നെ ഈ കുരുവംശത്തിൽ തന്നെ സന്തതികളില്ലാതായപ്പോൾ സത്യവതീ ദേവി വിളിച്ച് ആ വിചിത്രവീര്യന്റെ ഭാര്യമാരായ അംബികയിലും അംബാലികയിലും സന്തതികളെ ജനിപ്പിച്ചു. അത് വ്യാസനെ സ്പർശിക്കുമോ? വ്യാസൻ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പുണ്യപാപമുണ്ടോ? അതൊന്നും അവരെ തേജീയസ്സുകളാണ്. അവരുടെ വീര്യത്തെ അവർ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ആ വീര്യത്തിൽ നിന്ന് ആ വംശം നിലനിന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു യജ്ഞം പോലെ നിസ്സംഗരായിട്ട് അവർ ചെയ്ത കർമ്മങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള അതിനൊന്നും അവർക്ക് പുണ്യപാപങ്ങൾ ബാധിക്കുന്നില്ല. അത് സമൂഹം അതിനെ ഒരു പ്രമാണമായി എടുക്കാനും പാടില്ല. വ്യാസൻ വിചിത്രവീര്യന്റെ ഭാര്യയിൽ സന്തതികളെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാ താടിക്കാരും എവിടെയൊക്കെ വിധവകളുണ്ടോ അവർക്ക് കുട്ടികളെ ജനിപ്പിക്കാനായിട്ട് നടക്കാൻ പാടുള്ളതല്ല. അപ്പം അത് അവർക്കുള്ളതാണ് എന്ന് പറയാം. തേജീയസ് ആയിട്ടുള്ള ആളുകൾക്ക് അതിനുള്ള അർഹതയുണ്ട്. അവരെ പുണ്യപാപങ്ങൾ സ്പർശിക്കുന്നില്ല. അതിനാണ് ഇവിടെ ദൃഷ്ടാന്തം പറഞ്ഞു, സർവഭുജ വന്യേഹ യഥാ ദോഷായ എന്ന ഉത്തമമായിട്ടുള്ള ദൃഷ്ടാന്തം. സർവഭുജ വന്യേഹേ യഥാ, വന്നി അഗ്നി എന്താണ്? അഗ്നിയിൽ നിങ്ങൾ എന്തിട്ടാലും ഭുജിക്കും, എന്തും ദഹിപ്പിക്കാൻ ശക്തിയുള്ളവനാണ് അഗ്നി. അപ്പൊ അഗ്നിയിലെല്ലാം ദഹിക്കുന്നു. അഗ്നിക്കത് ദോഷമായിട്ട് ഭവിക്കുന്നില്ല. എന്തും അഗ്നിയെ പോഷിപ്പിക്കുന്ന ഇന്ധനമായിട്ടേ ഭവിക്കുള്ളൂ. അഗ്നിയിലിടുന്ന ഏത് വൃത്തികെട്ട വസ്തുവും മലിന വസ്തുവും അതിനെ ജ്വലിപ്പിക്കാനേ സഹായിക്കുള്ളൂ, അതിന് ഇന്ധനമായിട്ടേ ഭവിക്കുള്ളൂ. അത്ര ശക്തിയുള്ള അഗ്നിയിൽ അല്ലേ? അതുപോലെ ശക്തിയുള്ള അഗ്നികളെ പോലെയാണ് ഈ മഹാപുരുഷന്മാർ, ഈ സിദ്ധപുരുഷന്മാർ, ജ്ഞാനികൾ. അപ്പൊ അവരെ പോലും പുണ്യപാപങ്ങൾ സ്പർശിക്കുന്നില്ല. അപ്പൊ പിന്നെ കീമൂത ഭഗവാന്റെ കാര്യത്തില് ചിന്തിക്കേണ്ടതുണ്ടോ? സർവ ഐശ്വര്യ പരിപൂർണനായ
ഈ അഗ്നിസ്ഥാനീയനായിട്ടുള്ള തന്നിലേക്ക് തന്നെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ അടക്കുന്നവനായ അല്ലേ, യഥോവാ ഇമാനി ഭൂതാനി ജായന്തേ ഏന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി. എല്ലാം പ്രളയകാലത്ത് ഏതൊരു ഭഗവാനിലേക്ക് തന്നെ ലയം പ്രാപിക്കുന്നുവോ ആ ഭഗവാന് ഈ ലോകത്തിൽ എല്ലാം ഉൾക്കൊള്ളാൻ പര്യാപ്തനല്ലേ, അല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ, ഉൾക്കൊണ്ട് തന്നെയല്ലേ ഇരിക്കുന്നത്. ഭഗവാനിൽ നിന്നല്ലേ എല്ലാം ഉണ്ടായത്, ഭഗവാനിലല്ലേ എല്ലാം നിലനിൽക്കുന്നത്, ഭഗവാനിലേക്കല്ലേ എല്ലാം വിലയിക്കുന്നത്. ഇതൊക്കെ പലതവണ പറഞ്ഞു കഴിഞ്ഞതല്ലേ. ഇത് മാത്രം ചെവിയിൽ കയറാത്തതെന്താ? ഇതൊന്ന് ചെവിയിൽ ഉറപ്പിക്കൂ. ആരാണ് ഇയാൾ? ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലൊരാളല്ല. വസുദേവ ദേവകി പുത്രനായിട്ടുള്ളൊരു മനുഷ്യനല്ല, ദേവകി നന്ദനായിട്ടുള്ളൊരു മനുഷ്യനല്ല, നന്ദഗോപ പുത്രനായിട്ടുള്ളൊരു മനുഷ്യനല്ല. പിന്നെയോ പ്രകൃതേഹേ പരം അല്ലേ, നമസ്യേ പുരുഷം ത്വാദ്യം പ്രകൃതേഹേ പരം എന്നൊക്കെ കുന്തിദേവി സ്തുതിച്ചതും ഭീഷ്മൻ സ്തുതിച്ചതും മറ്റുള്ള ഓരോരുത്തരും ബ്രഹ്മാവ് സ്തുതിച്ചതും എല്ലാം ഓർത്തെടുക്കുക. ആ ബ്രഹ്മദേവൻ 4 തലയും ഉരുണ്ടുരുണ്ടുരുണ്ട് സ്തുതിച്ച സ്തുതിയെല്ലാം ഓർക്കുക. കാളിയന്റെ പത്നിമാരെ സ്തുതിച്ച സ്തുതി ഓർക്കുക. ഓരോരുത്തരും ഭഗവാനെ സ്തുതിച്ച സ്തുതിയെല്ലാം ചേർത്ത് വായിക്കുക. എന്നിട്ട് വേണം ഇവിടേക്ക് വരാനായിട്ട്. ഇന്ദ്രനും സുരഭിയുമായിട്ട് വന്ന് സ്തുതിച്ചതോർക്കുക. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ ദുഷിപ്പിക്കാനായിട്ട് ഭഗവാന്റെ ഈ പ്രവൃത്തി സാധാരണക്കാർക്ക് അധർമ്മമെന്ന് തോന്നുന്ന, അവർക്ക് വിധിക്കപ്പെട്ടിട്ടില്ലാത്ത കർമ്മം ഭഗവാൻ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഭഗവാനെ അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ, മലിനമാക്കുമോ, ദോഷമുണ്ടാകുമോ, പുണ്യപാപങ്ങൾ ബാധിക്കുമോ? ഒരിക്കലും ഇല്ല. ഭഗവാന് പുണ്യസ്പർശമില്ല, പാപസ്പർശവും ഇല്ല. അജ്ഞാനികൾക്കുള്ളതാണ് പുണ്യപാപങ്ങൾ. ദേഹാഭിമാനമുള്ളവർക്കാണ് പുണ്യപാപങ്ങൾ. അഹം ബ്രഹ്മാസ്മി എന്ന ബോധം ആർക്ക് വന്നു, അവര് ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ എന്നൊരു അവസ്ഥയിലെത്തിക്കഴിഞ്ഞു. അവർക്ക് പുണ്യപാപങ്ങളൊന്നുമില്ല. അവർക്ക് ഈ ലോകത്തോട് ഒരു കടപ്പാടുമില്ല. ലോകത്തിൽ നിന്നൊന്നും നേടാനും നഷ്ടപ്പെടാനുമില്ല. അപ്പോൾ മഹാത്മാക്കളെ അങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ കാര്യം പറയേണ്ടതില്ല. കിമുതാമ ധർമ്മവ്യതിക്രമോ ദൃഷ്ടഃ ഈശ്വരാണാം ച സാഹസം തേജീയസാം ന ദോഷായ വഹ്നേ സർവഭുജോ യഥാ നൈതത് സമാചരേ ജാതു മനസാഭിഹ്യനീശ്വരഃ വിനശ്യത്യാചരൻ മൗഢ്യാത് യഥാ രുദ്രോ അബ്ദിജം വിഷം. നൈതത് സമാചരേ ജാതു മനസാഭിഹ്യനീശ്വരഃ വിനശ്യത്യാചരൻ മൗഢ്യാത് യഥാ രുദ്രോ അബ്ദിജം വിഷം. നൈതത് സമാചരേത് ജാതു മനസാ അപി ഹി അനീശ്വരഃ. ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് അനീശ്വരഃ. അനീശ്വരഃ എന്ന് പറഞ്ഞാൽ ഈശ്വരനല്ലാത്തവൻ എന്ന് പറഞ്ഞാലോ, ഈ കാര്യത്തിൽ ഒന്നും ഒരു നിയന്ത്രണവുമില്ലാത്തവൻ, അവനവന്റെ കർമ്മങ്ങളാൽ ബദ്ധരായിരിക്കുന്ന പുണ്യപാപ ബാധയുള്ളവരായിട്ടുള്ള സാധാരണ ജീവന്മാർ, അവരാണ് അനീശ്വരന്മാര്. മറ്റവരൊക്കെ തേജീയസാം എന്നാ പറഞ്ഞത്. തേജീയസന്മാരെന്ന് പറഞ്ഞാൽ ഈശ്വരത്വമുള്ളവരാണ്. ഈശ്വരാണാം ച എന്നും പറഞ്ഞിട്ടുണ്ട് അവിടെ അല്ലെ. തേജീയസാം ഈശ്വരാണാം, പ്രതാപമുള്ളവരും എന്താ പറയുക, ഈശ്വര ഭാവമുള്ളവരും ഐശ്വര്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നവരുമായിട്ടുള്ള അവർ ചെയ്യുന്ന കർമ്മങ്ങള് അനീശ്വരന്മാരായിട്ടുള്ളവർ ജാതു ഒരിക്കലും മനസാ അപി ഏതത് എന്ന സമാചരേത് മനസ്സുകൊണ്ട് പോലും ആചരിക്കാൻ പാടുള്ളതല്ല. കാരണം മനസ്സുകൊണ്ട് ആചരിക്കുന്നതേ പാപമാണ്. മനസ്സുകൊണ്ട് നമ്മൾ എന്തെങ്കിലും സങ്കല്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മുടെ ആഗ്രഹമായി മാറുകയും വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് ചിന്തിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ അറിയാതെ തന്നെ യാന്ത്രികമായി ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ
ആ മനസ്സുകൊണ്ട് ആചരിച്ച പാപം പിന്നീട് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അത് ലോകത്തിലേക്ക് വ്യക്തമാകും. അപ്പൊ പിന്നെ അതിന്റെ ദുരന്തങ്ങൾ ഈ അനീശ്വരന്മാര് അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. അവനവൻ അനുഭവിക്കേണ്ടതുകൊണ്ട് മറ്റുള്ളവർക്കും അതുകൊണ്ട് വിഷമങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് അനീശ്വരന്മാരായിട്ടുള്ളവർ മനസ്സുകൊണ്ട് പോലും ഈ പറഞ്ഞ ഈശ്വരന്മാർ ചെയ്യുന്ന പ്രവൃത്തികളെ മനസ്സാ അപീന ജാതു സമാചരേ, ഒരിക്കലും ആചരിക്കരുത്. അങ്ങനെ ആരെങ്കിലും മൗഢ്യാത് ആചരൻ, മൗഢ്യാത് ആചരൻ ആശു വിനശ്യതി, അവനവന്റെ അഹങ്കാരം കൊണ്ട് മൂഢത കൊണ്ട് മോഹിതരായിട്ട് കൃഷ്ണന് ചെയ്യാമെങ്കിൽ എനിക്കും ചെയ്യാം, രുദ്രന് ചെയ്യാമെങ്കിൽ എനിക്കും ചെയ്യാം, ഇന്ദ്രന് ചെയ്യാമെങ്കിൽ എനിക്കും ചെയ്യാം, വ്യാസന് ചെയ്യാമെങ്കിൽ വിശ്വാമിത്രന് ചെയ്യാമെങ്കിൽ എനിക്കും ചെയ്യാം എന്നിങ്ങനെ മോഹം കൊണ്ട് അഹങ്കാരം കൊണ്ട് മൂഢത കൊണ്ട് ഒരാൾ ചിന്തിച്ചാൽ മൗഢ്യാത് ആചരന് ആശു വിനശ്യതി, ആശു വിനശ്യതി, പെട്ടെന്ന് നാശം സംഭവിക്കും, ഉടനെ നശിച്ചോളും. അപ്പോ യഥാ രുദ്രോ അബ്ദിജം വിഷം, യഥാ അരുദ്രഹ എന്നാണ് അവിടെ, യഥാ അരുദ്രഹ അബ്ദിജം വിഷം. അരുദ്രൻ എന്ന് പറഞ്ഞാൽ രുദ്രനല്ലാത്തവൻ, അബ്ദിജം വിഷം, ആ പാലാഴിയിൽ നിന്നുണ്ടായ വിഷം രുദ്രനല്ലാത്ത ഒരാള് ഭുജിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? രുദ്രൻ ഭുജിച്ചപ്പോ ഒന്നും ഉണ്ടായില്ല, അദ്ദേഹം അതിനെ തന്റെ കണ്ടത്തിൽ ആഭരണമായിട്ട് സ്തംഭിപ്പിച്ചു. അദ്ദേഹം മരിച്ചില്ല, അദ്ദേഹം കാലകാലനാണ്, അദ്ദേഹത്തിന് മൃത്യുവില്ല, മൃത്യുഞ്ജയനാണ്. അപ്പൊ ആ രുദ്രൻ അബ്ദിജ വിഷം ഭുജിച്ചു എന്ന് കണ്ടിട്ട് അരുദ്രന്മാർ അതിന് ഇറങ്ങി പുറപ്പെട്ടാൽ അത്രേ ഉള്ളൂ, അവന്റെ കാര്യം ആശു വിനശ്യതി, വിനശ്യത്യാചരൻ മൗഢ്യാ യഥാ രുദ്രോ അബ്ദിജം വിഷം. അപ്പൊ അരുദ്രനായിട്ടുള്ളവർ വിഷം ഭുജിച്ചാൽ നശിക്കുന്നത് പോലെ രുദ്രനെ കണ്ടിട്ട് രുദ്രൻ വിഷം കുടിച്ചു അതുകൊണ്ട് ഞാനും കുടിക്കുമെന്ന് ഏതെങ്കിലും മൂഢൻ പറഞ്ഞ് കുടിച്ചാൽ തീർച്ചയായിട്ടും അവൻ വേഗം നശിച്ചോളും. അപ്പൊ അതുപോലെയാണ് ഈ തേജീയസുകളായിരിക്കുന്ന ഈശ്വരന്മാരായിട്ടുള്ളവർ ചെയ്യുന്ന പ്രവൃത്തികളെ ഒരിക്കലും സാധാരണക്കാരായിട്ടുള്ളവർ അനീശ്വരന്മാരായിട്ടുള്ളവർ അനുകരിക്കരുത്. ഇത് നിങ്ങൾക്കുള്ളതല്ല, ഓരോരുത്തർക്കും ഓരോ ധർമ്മം പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇപ്പൊ ചില കൊച്ചു കുട്ടികൾ പറയും അച്ഛനും അമ്മയൊക്കെ അത് ചെയ്യുന്നില്ലേ, ഞാനും അത് ചെയ്യും. അങ്ങനെ പറഞ്ഞാൽ അത് ന്യായമാണോ? അച്ഛനും അമ്മയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുട്ടികൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ സമ്മതമാണോ? നമ്മുടെ ഗവൺമെന്റ് പോലും അനുവദിച്ചിട്ടില്ല അല്ലേ. വാഹനം ഓടിക്കാൻ ലൈസൻസ് കിട്ടണമെങ്കിൽ ഇത്ര പ്രായം എത്തണം, ഇന്ന ജോലികൾക്ക് അവരെ പ്രവേശിപ്പിക്കണമെങ്കിൽ ഇന്ന പ്രായം എത്തണം, വിവാഹം കഴിക്കണമെങ്കിൽ ഇന്ന പ്രായം എത്തണം എന്നൊക്കെ ഗവൺമെന്റ് തന്നെ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അച്ഛനും അമ്മയും കല്യാണം കഴിച്ചില്ലേ, അതുകൊണ്ട് ഞാനും കല്യാണം കഴിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും കൊച്ചുകുട്ടികൾ ഏതെങ്കിലും മറ്റൊരു കൊച്ചുകുട്ടിയെ കൂട്ടിയിട്ട് വന്നിട്ട് എനിക്ക് ഇവളെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ അത് ന്യായമാണോ? അത് സമ്മതിച്ചു കൊടുക്കുക ആരെങ്കിലും? വിഡ്ഢിത്തരത്തിനെ അല്ലേ. കുട്ടികൾക്കൊക്കെ കല്യാണ കാര്യങ്ങൾ പറയാൻ പോലും പാടില്ല അല്ലേ. അവരതിനെ അവരുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കും. ഒരമ്മ അച്ഛനോട് പറയണ എന്താ സമ്പാദിച്ചതൊക്കെ ദൂർത്തടിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞു, അതെല്ലാം എടുത്തു വെക്കൂ, നാളെ നമ്മുടെ മകളുടെ കല്യാണമല്ലേ, കല്യാണം വരുമ്പോൾ അവൾക്ക് വേണ്ടതല്ലേ എന്ന് പറയുമ്പോൾ ഇത് കുട്ടി അപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. നാളെ എൻ്റെ കല്യാണമെന്നാ കുട്ടി നിശ്ചയിച്ചു. കുട്ടി 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിയാണ്. ഒരു കൂട്ടുകാരെയൊക്കെ വിളിച്ച് പറഞ്ഞു നാളെ എൻ്റെ കല്യാണമാണ്, എല്ലാവരും വരുമെന്ന്. നാളെ ഞാൻ സ്കൂളിലേക്ക് വരില്ല, ടീച്ചറോടും പറയണം. ഇതാണ് കുട്ടികളുടെ രീതി. അതുപോലെ കൊച്ചുകുട്ടികൾക്ക് പാടില്ലാത്ത കാര്യങ്ങളുണ്ട്, വലിയവർ ചെയ്യുന്നതൊന്നും കൊച്ചുകുട്ടികൾ ചെയ്തുകൂടാ. അതുപോലെ ഓരോ അധികാര സ്ഥാനത്തിരിക്കുന്നവർ ചെയ്യുന്ന കാര്യങ്ങൾ
ആ അധികാരം ഇല്ലാത്തവർ ചെയ്തുകൂടാ. ഇത് ലോകത്തിൽ സാധാരണമായിട്ടുള്ളതാണ്. അപ്പൊ അതുപോലെ ഇവിടെ ഭഗവാന്റെ സ്ഥാനം എന്താണെന്ന് ആദ്യം നിങ്ങൾ ലൊക്കേറ്റ് ചെയ്യൂ, ആദ്യം അത് തീരുമാനിക്കൂ. ഭഗവാൻ ആരാണെന്ന് മുമ്പേ തെളിയിച്ചു കഴിഞ്ഞിട്ടാണ് രാസക്രീഡ ചെയ്തിട്ടുള്ളത്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് ലോകത്തിന്റെ മുമ്പിൽ എത്രയോ ലീലകളിലൂടെ ബ്രഹ്മാവിനെയും ഇന്ദ്രനെയും മറ്റുള്ള ദേവന്മാരെയും എല്ലാവരെയും ജയിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചിട്ടാണ്, ഗോപന്മാർക്ക് പോലും ബോധ്യം വരുത്തിയിട്ടാണ് ഭഗവാൻ ഈ ലീല ചെയ്യുന്നത്. അപ്പോൾ ഈശ്വരനായ തേജീയസായ ഭഗവാന്റെ ഈ പ്രവൃത്തിയെ അനീശ്വരന്മാരായിട്ടുള്ളവർ അവരുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് എനിക്കും അതാവാം എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾ അച്ഛനമ്മമാരോട് പറയുന്ന പോലെയാണ് അല്ലേ? നമ്മളൊക്കെ പറയാറുണ്ടായിരുന്നു കുട്ടിക്കാലത്തൊക്കെ, നമ്മളോട് സന്ധ്യാനാമം ജപിക്കാൻ പറഞ്ഞിട്ട് അച്ഛനും അമ്മയൊക്കെ ഓരോ കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ജപിക്കുന്നില്ലല്ലോ, ഒരു ന്യായം പറയാം അല്ലേ? നമുക്ക് മടി തോന്നുമ്പോൾ നിങ്ങളും വന്നിരുന്ന് ജപിക്കൂ, എന്നാൽ ഞങ്ങൾ ജപിക്കാം. സന്ധ്യയ്ക്ക് നക്ഷത്രങ്ങളും തിഥികളും മാസങ്ങളും ഒക്കെ നമ്മൾ ചൊല്ലുമ്പോൾ അച്ഛനമ്മമാരും കൂടെ ചൊല്ലണം അവരുടെ ഗതികേട്. ഗുണഘോഷ്ട പട്ടിക ചൊല്ലുമ്പോൾ നിങ്ങളെന്താ ചൊല്ലാത്ത, ഏട്ടന്മാരെന്താ ചൊല്ലാത്ത, ഇതൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടാവും, പലരും ചോദിച്ചിട്ടുണ്ടാവും. ഞാൻ ചോദിച്ചിട്ടില്ലെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം വലിയ ക്ലാസ്സുകളിലോ ഡിഗ്രിയൊക്കെ പഠിച്ചു കഴിഞ്ഞ ഏട്ടന്മാർക്ക് ഗുണഘോഷ്ട പട്ടിക പഠിക്കേണ്ട ആവശ്യമില്ല. അവർ BSc മാത്സോ MSc മാത്സോ ഒക്കെ കഴിഞ്ഞവരാ. അവർ ഗുണഘോഷ്ട പട്ടിക ഇരുന്ന് ഉച്ചരിച്ചുകൊണ്ടിരിക്കണം എന്ന് കൊച്ചുകുട്ടികൾ ആവശ്യപ്പെട്ടാൽ അത് ശരിയല്ല. അപ്പൊ അതുപോലെയാണ് മഹാത്മാക്കളുടെ പ്രവൃത്തികൾ ലോകത്തിൽക്ക് എല്ലാവർക്കും അനുകരണീയമായിട്ടുള്ളതല്ല. ഇത് ലോകസാമാന്യമായിട്ടുള്ളൊരു നിയമമാണ്. ഇത് മനസ്സിലാക്കുക വേണ്ടു, പിന്നെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോ നൈതത് സമാചരേ ജാതു മനസാഭിഹ്യനീശ്വര വിനശ്യത്യാചരൻ മൗഢ്യാത് യഥാ രുദ്രോ അബ്ദിജം വിഷം. ഈശ്വരാണാം വചഃ സത്യം തഥൈവാചരിതം ക്വചിത് തേഷാം യത് സ്വവചോ യുക്തം ബുദ്ധിമാൻ തത്സമാചരേത്. ഈശ്വരാണാം വചഃ സത്യം തഥൈവാചരിതം ക്വചിത് തേഷാം യത് സ്വവചോ യുക്തം ബുദ്ധിമാൻ തത്സമാചരേത്. ഈശ്വരാണാം വചഃ സത്യം. ഈശ്വരന്മാർ നമുക്ക് ഉപദേശിക്കുന്ന വാക്കുകൾ അത് പരമസത്യമാണ്. അതിനെ നമ്മൾ അംഗീകരിക്കണം, അനുസരിക്കണം. തഥായേവ ആചരിതം ക്വചിത്. അവരുടെ ആചരിതങ്ങൾ എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. അതിൽ ചിലത് ക്വചിത് നമുക്ക് ലൗകികമായിട്ടുള്ള രീതിയിൽ അംഗീകരിക്കാവുന്നതാണ്. അതാണ് ക്വചിത് ആചരിതം സത്യം. അത് നമുക്ക് അനുകരിക്കാവുന്നത്. എല്ലാം ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ കൃഷ്ണാവതാരത്തിൽ ഭഗവാൻ മറ്റുള്ളവർക്ക് അനുകരിക്കാവുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതാദ്യം അനുകരിക്കൂ, എന്നിട്ട് ബാക്കി കാര്യം അല്ലേ? ഭഗവാൻ അമ്മാവനെ കൊന്നു, എല്ലാവർക്കും അനുകരിക്കാവുന്ന കാര്യമാണോ? അതുപോലെ തന്നെയാണ് ഈ രാസക്രീഡയും. എന്നാ പിന്നെ നിങ്ങളൊക്കെ അമ്മാവന്മാരെ കൊല്ലും, എന്നിട്ട് നിങ്ങളും ഇഷ്ടം പോലെ ആയിക്കോളൂ. നടക്കുമോ? അമ്മാവനെ കൊന്നാൽ പിന്നെ ജയിലിൽ കിടക്കാം, പിന്നെ കല്യാണമൊന്നും കഴിക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ രാസക്രീഡയൊന്നും വേണ്ടി വരില്ല. അപ്പൊ ഭഗവാൻ ചെയ്ത കാര്യങ്ങൾ എല്ലായിടത്തും അനുകരിക്കാൻ പാടുള്ളതല്ല. അതാണ് തഥായേവ ആചരിതം ക്വചിത്. അവരുടെ ആചരിതത്തെ ക്വചിത്. തേഷാം യത് സ്വവചോ യുക്തം ബുദ്ധിമാൻ തത് സമാചരേത്. തേഷാം അവരുടേതായിട്ടുള്ള സ്വവചോ യുക്തം യത്, വാക്കുകളെ കൊണ്ട് അവരെന്താണോ ഉപദേശിച്ചിട്ടുള്ളത്, ബുദ്ധിമാൻ തത് സമാചരേത്. ബുദ്ധിമാന്മാരായിട്ടുള്ളവർ അതിനെ സമ്യക് ആചരേത്, നന്നായി ആചരിക്കുക. ബുദ്ധിമാന്മാരുടെ വാക്കുകളെ മാത്രമേ കേൾക്കണ്ടൂ, അവരുടെ പ്രവൃത്തികളെ ഒരിക്കലും അനുകരിക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. പൂർവീകരൊക്കെ പറഞ്ഞിട്ടുള്ളത്, വേദങ്ങളിൽ പോലും ഇത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന സത്കർമ്മങ്ങളെ നിങ്ങൾ അനുസരിക്കുക, ഞങ്ങൾക്ക് തെറ്റുപറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യരുത് എന്നുകൂടി മുതിർന്നവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
മറ്റേ സത്യം വദ ധർമ്മം ചര മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യ ദേവോ ഭവ അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് യാന്യസ്മാകം സുചരിതാനി താനി ത്വയോപാസ്യാനി നോ ഇതരാണി. യാനി അസ്മാകം സുചരിതാനി, ഏത് കർമ്മങ്ങളാണോ ഞങ്ങളാൽ നന്നായി അനുഷ്ഠിക്കപ്പെടുന്നത്, നല്ല കർമ്മങ്ങൾ, താനി ത്വയാ ഉപാസ്യാനി, ആ കർമ്മങ്ങളെ നിങ്ങൾക്കും സേവിക്കാവുന്നതാണ്. നോ ഇതരാണി, ഞങ്ങൾ സുചരിതമല്ലാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുള്ളതോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണവശാൽ, അല്ലേ, ഇപ്പോൾ ഒരു ജീവനെ രക്ഷിക്കാൻ വേണ്ടി ഒരു കൊലപാതകമൊക്കെ ചെയ്തു എന്ന് വരും നമ്മുടെ കാരണവന്മാർ. അത് പറഞ്ഞ് നമ്മളത് പാരമ്പര്യമായിട്ട് ഏറ്റെടുത്ത് ആൾക്കോരോ കൊല ചെയ്യണം എന്നായിട്ട് നിയമമാക്കി മാറ്റുമോ? അപ്പം അത് സുചരിതമല്ല. അതിപ്പോൾ ജീവരക്ഷയ്ക്കാണെങ്കിലും ഒരാളെ കൊല ചെയ്യുക എന്നുള്ളത് ഒരു സുചരിതമല്ല. അത് എന്താ പറയുക, ത്വയാനൗപാസ്യാനി, നിങ്ങളത് അനുകരിക്കാൻ പാടുള്ളതല്ല. അപ്പൊ പല സന്ദർഭങ്ങളിലും ചിലപ്പോൾ മുതിർന്നവർക്ക്, നമ്മുടെ കാരണവന്മാർക്ക് ഒക്കെ പല ധർമ്മലംഘനങ്ങളും ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം പല സാഹചര്യങ്ങളിലും. അത് നമ്മൾ അനുകരിക്കാൻ നമുക്ക് അനുവാദമില്ല, വേദങ്ങൾ അനുവദിച്ചിട്ടില്ല. നോ ഇതരാണി എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ സംശയങ്ങളുണ്ടാകുമ്പോൾ, അല്ലേ, അതത്തെ യതി കർമ്മ വിജിഗിത്സാവാ വൃത്ത വിജിഗിത്സാവാ സ്യാത്, കർമ്മത്തിൽ വിജിഗിത്സ, സംശയം, പ്രവർത്തിക്കേണ്ട കാര്യത്തിൽ വിജിഗിത്സയെല്ലാം ഉണ്ടാവുകയാണെങ്കിൽ, ഏതത്ര ബ്രാഹ്മണാഃ സമ്മർശിനഃ സ്യുഃ യഥാ തേ തത്ര വർത്തേരൻ തഥാ തത്ര വർത്തേതാ. ഈ വിഷയത്തിൽ അറിവുള്ളവരും നിസ്സംഗന്മാരും ജ്ഞാനികളുമായിട്ടുള്ള മഹാത്മാക്കൾ എങ്ങനെ പ്രവർത്തിക്കുമോ ആ പ്രകാരത്തിൽ നിങ്ങളും വർത്തിക്കുവിൻ എന്നൊക്കെ ധാരാളം ഉപദേശങ്ങൾ നമ്മുടെ വേദങ്ങളിലുണ്ട്. അപ്പോൾ ഏത് വകതിരിവോടുകൂടി നമുക്ക് അനുകരിക്കാവുന്നതാണ് എന്നുള്ള കോമൺ സെൻസ് എല്ലാവർക്കും ഉണ്ടാവണം. എന്താണ് വിധി, എന്താണ് മറ്റേ അനുവാദം, പിന്നെ ചില എക്സംഷൻസ് ചില സന്ദർഭങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ആപദ്ധർമ്മം, അപ്പോൾ ആപദ്ധർമ്മം അനാപതി അനുഷ്ഠിക്കാനുള്ളതാണോ? ആപത്ത് കാലത്ത് ഇന്നത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആപത്തില്ലാത്തപ്പോഴും അത് അനുവദനീയമാണോ? അല്ല. അപ്പോൾ കാലം, ദേശം, പാത്രം എന്ന് പറഞ്ഞ പോലെ വ്യക്തി, ചെയ്യുന്ന ആള്, കർത്ത, അപ്പോൾ ഇതിനൊക്കെ അനുസരിച്ച് കർമ്മങ്ങൾക്ക് നമ്മൾ വകതിരിവോടുകൂടി തിരഞ്ഞെടുക്കണം. എവിടെ പോയാലും നമുക്കൊരു ഔചിത്യബോധം വേണം, കോമൺ സെൻസ് വേണം, പ്രായോഗിക ബുദ്ധി വേണം, അല്ലാതെ തോന്നിയ വാസമല്ല വേണ്ടത്. ഇതൊക്കെ നമ്മുടെ ശാസ്ത്രങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കട്ടെ, വൈകുന്നേരം നോക്കാം. ഈശ്വരാണാം വചഃസത്യം തഥൈവാചരിതം ക്വചിത് തേഷാം യത് സ്വവചോ യുക്തം ബുദ്ധിമാൻ തത് സമാചരേത്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.